നമസ്കാരം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പല വഴിത്തിരിവുകളിലേക്ക് ആ സംഭവം പോവുകയാണ്. നിർണായകമായ കേസിൽ പോലീസ് അന്വേഷണത്തെ കൂടുതൽ ക്രിയാത്മകമാകുന്ന തരത്തിലുള്ള മൊഴികൾ വരുന്നു. ഒപ്പം തന്നെ പല കിംവദന്തികൾ, വാർത്തകളൊക്കെ വരുന്നു. നടൻ ദിലീപിന് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ബന്ധമുണ്ടോ എന്ന തരത്തിൽ തോന്നിക്കുന്ന വാർത്തകളൊക്കെയും ഇന്ന് കേരളം കേൾക്കുകയുണ്ടായി. അതേസമയം നടൻ ദിലീപ് ഇക്കാര്യത്തിൽ സമഗ്രമായി തന്നെ നിരസിച്ചുകൊണ്ട് ഈ വാർത്ത താനുമായി ബന്ധമുണ്ട് എന്ന് കരുതുന്ന വാർത്തകളെയും ഒപ്പം തന്നെ ഈ വരുന്ന സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വരുന്ന വാർത്തകളെ നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. ഒപ്പം തന്നെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കണം, അതിന് താൻ തയ്യാറെന്നും ദിലീപ് പറഞ്ഞിരിക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന കിംവദന്തികൾ ഒക്കെ ഇനി അന്വേഷിക്കേണ്ടത് പോലീസാണ്. അതിൻ്റെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധനയ്ക്കെടുക്കുകയാണ്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേസിലെ മുഖ്യപ്രതി പൾസർ സുനിക്ക് ജയിലിൽ ഫോണെത്തിച്ചത് സഹതടവുകാരൻ വിഷ്ണുവാണ്. ഫോൺ കടത്തിയത് ഷൂവിൽ ഒളിപ്പിച്ചെന്ന് പോലീസിനോട് വിഷ്ണു പറഞ്ഞു. സുനി ദിലീപിന്റെ മാനേജരെ വിളിച്ചത് ഈ ഫോണിൽ നിന്നും മൊഴി. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ തനിക്ക് പങ്കില്ലെന്നും നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് നടൻ ദിലീപ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. ഇത് മറ്റാരെയും കുറ്റവാളിയാക്കാനല്ല, തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി മാത്രമെന്നും ദിലീപ്. തന്നെ കുറ്റവാളിയാക്കാൻ ചില ബോധപൂർവ്വ ശ്രമം ഉണ്ടാകുന്നു, തന്നെ സിനിമാ രംഗത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമാണ് ഇതിന് പിന്നിൽ എന്നും ദിലീപ് പറയുന്നു. തേജോവധം ചെയ്യാൻ വേണ്ടിയാണ് സോഷ്യൽ മീഡിയയിലൂടെയും ചില മാധ്യമങ്ങളിലൂടെയും ശ്രമം നടക്കുന്നതെന്നും ചില ചാനലുകളാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും ദിലീപ് വ്യക്തമാക്കുന്നു. ഈ വിശദാംശം ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുകയാണ്. ചർച്ചയിൽ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത്, അജ്മൽ മാക്ടയുടെ പ്രതിനിധി ഭാരവാഹിയാണ്, ശാന്തിവിള ദിനേശൻ, ജെയിംസ് വടക്കഞ്ചേരി, ഒപ്പം ബാസുരേന്ദ്ര ബാബു മുതിർന്ന മാധ്യമപ്രവർത്തകൻ തത്സമയം പങ്കുചേരും. അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്തിലേക്ക് ആദ്യം. ശ്രീ ശാസ്തമംഗലം അജിത്ത്, ഈ പ്രമാദമായ കേസ് അത് തുടരന്വേഷണത്തിലേക്ക് എത്തിച്ചതിൻ്റെ സാഹചര്യമൊക്കെ താങ്കൾക്ക് അറിയാമല്ലോ. ഇന്നിപ്പോൾ ഓരോ ഘട്ടങ്ങളിൽ പല സംഭവവികാസങ്ങളിലേക്ക് ഈ കേസ് പോവുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അടക്കം ഉണ്ടോ എന്ന തലത്തിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ ഇതുവരെയുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഇതിൻ്റെ ഗതി താങ്കൾക്ക് എങ്ങനെ തോന്നുന്നു? ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? പറഞ്ഞോളൂ ശ്രീ അജിത്ത്. ഈ കേസിനകത്ത് വളരെ ഗുരുതരമായ ഒരു ടേണിംഗ് പോയിൻ്റാണ് ഈ പൾസർ സുനിയുടെ കത്തിൽ നിന്നും വന്നിട്ടുള്ളത്. ഞാൻ പറയാതെ തന്നെ മനസ്സിലായി കാണുമല്ലോ. പക്ഷേ ഈ കത്ത് വന്ന ചില സാഹചര്യങ്ങളെ കൂടെ ഒന്ന് പരിശോധിച്ചാൽ തിരക്കേടില്ല. ഈ കത്ത് വന്നത് പൾസർ സുനിയെ അറസ്റ്റ് ചെയ്ത് മാസങ്ങൾക്ക് ശേഷമാണ്. പോലീസ് ഈ കേസിനകത്ത് അന്വേഷണം കംപ്ലീറ്റ് ചെയ്ത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ കേസ് പ്രയോറിറ്റി ബേസിസിനകത്ത് പോസ്കോ കോടതി ആ സമയത്താണ് ഈ കേസിനകത്ത് ആരോപണം വന്നിരിക്കുന്നത്. ഈ കേസിനകത്ത് ആരോപണം ഉന്നയിച്ച ആളെ ഒരു റെഗുലറായിട്ടുള്ളൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രോസസ്സിൽ കൂടെ കടന്നുപോയ ആളാണ്. അയാളെ പോലീസുകാർ ആദ്യമേ അറസ്റ്റ് ചെയ്തു, ചോദ്യം ചെയ്തു, പിന്നീട് പോലീസ് കോടതിയിൽ ഏൽപ്പിച്ചു. അപ്പോഴയാൾ ഇങ്ങനെ ഒരു കഥ പറഞ്ഞിരുന്നില്ല. അതിനുശേഷം പോലീസ് അയാളെ കസ്റ്റഡി വാങ്ങിച്ചു. കസ്റ്റഡി വാങ്ങിച്ചതിന് ശേഷം അയാളെ റിഗറസ് ആയിട്ട് പോലീസ് ഇൻട്രോഗേറ്റ് ചെയ്തു. പോലീസിൻ്റെ എല്ലാ തരത്തിലുള്ള മെത്തേഡ്സ് രീതിയിൽ അയാൾ ഇൻട്രോഗേറ്റ് ചെയ്തു വന്ന് അയാളെ കോടതിയിൽ കൊണ്ടുവന്ന നിലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോഴൊന്നും തന്നെ ഈ പോലീസുകാരും പറയാത്ത, പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ ആരും തന്നെ വെളിപ്പെടുത്താത്ത, ഈ പ്രതി വെളിപ്പെടുത്താത്ത ഒരു കാര്യമാണ് ഇപ്പോൾ കത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊന്ന്, ഈ കേസിനകത്ത് ഈ പറയുന്ന രീതിയിലുള്ളൊരു കോൺസ്പിറസി ആംഗിൾ ഉണ്ടെങ്കിൽ ഈ കൃത്യത്തിൽ വിക്ടിമാക്കപ്പെട്ട നടി ഈ കേസിൽ അന്വേഷണം തൃപ്തികരമല്ല. ഈ കേസിനകത്ത് ഈ പൾസർ സുനി എന്ന് പറഞ്ഞയാൾ ചെയ്തത് ഒരു കൊട്ടേഷൻ്റെ ഭാഗമായിട്ടാണ്. ഇന്നയാൾ എനിക്കുമായിട്ട് വിരോധമുണ്ട്, അയാൾ ഇത്തരത്തിലൊരു കാര്യം ഇന്നയാളെ കൊണ്ട് എനിക്കെതിരെ ചെയ്യിപ്പിച്ചതാണ്, അത് ദിലീപാണ് എന്ന ഒരു ആരോപണം ഈ നടിയുടെ ഭാഗത്തു നിന്ന് നാളിതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ കത്തെന്ന് പറയുന്നത് ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയുടെ ഒരു ലാസ്റ്റ് മിനിറ്റ് അറ്റംപ്റ്റ് ആണ്. കാരണം പണ്ട് ഈ അടിയന്തരാവസ്ഥ സമയത്ത് ഈ കള്ളനോട്ട് കേസുകളെ പറ്റിയുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോഴത്തേക്ക് കള്ളനോട്ട് കേസിൽ പിടിക്കപ്പെട്ട പ്രതി കള്ളൻ്റെ എവിടെയൊന്ന് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ പറയുന്നത് നാട്ടിൽ കൊള്ളാവുന്ന ഒരുത്തൻ്റെ പേര് പറയും, അവസാനം അയാൾ ആ കേസെടുക്കും. ഇപ്പോഴെല്ലാ പല കൊലപാതക കേസുകളിലും അന്വേഷണത്തെ വഴിതിരിക്കാൻ വേണ്ടിയിട്ടും അതിന് പുതിയൊരു മാനം കൊടുക്കാൻ വേണ്ടിയിട്ടും പ്രതികൾ അത്തരത്തിൽ കാര്യങ്ങൾ പറയാറുണ്ട്. പിന്നെ ഇതിൻ്റെ നിയമവശത്തെ പറ്റി നമുക്ക് പരിശോധിക്കാം.
കസ്റ്റഡിയിൽ കിടക്കുന്ന ഒരു പ്രതി, ആരോപിതനായ ഒരു പ്രതി ഇത്തരത്തിലുള്ള കത്ത് കൊടുത്താൽ അത് ഒരു കോടതിയും തെളിവായി അംഗീകരിക്കുന്നില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ അതായത് ശ്രീ ശാസ്ത്രമംഗലമജിത്ത് നമുക്ക് ഡയറക്റ്റ് പോയാൽ ശ്രീ ശാസ്ത്രമംഗലമജിത്ത് ഡയറക്റ്റ് കാര്യങ്ങളിലേക്ക് പോയാൽ ഇന്നിപ്പോൾ ദിലീപ് പറയുന്നത് അനുസരിച്ച് ദിലീപിന്റെ ആർഗ്യുമെന്റ് ഒരു പക്ഷേ ദിലീപ് പറയുന്നത് എത്രത്തോളം നമുക്ക് വിശ്വാസത്തിലെടുക്കാം എന്നുള്ളതൊക്കെ അത് അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിക്കേണ്ടതാണ്, കോടതി തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ നമുക്ക് ഈ പറയുന്ന ആധികാരികമായ പിൻബലം ഞാൻ ആവർത്തിക്കുന്നത് ആ പിൻബലമുള്ള വസ്തുതകളാണോ ഇപ്പോൾ വന്നിരിക്കുന്നത്? കാരണം ഇവിടെ പൾസർ സുനിയുടെ അല്ലെങ്കിൽ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊരു നിയമ വിദഗ്ധന്റെ വാക്കുകളിലൂടെ ആ കണ്ണുകളിലൂടെ നോക്കുകയാണെങ്കിൽ എത്രത്തോളം ആധികാരികത ഇതിനുണ്ട്? തീർച്ചയായിട്ടുമല്ല. കാരണം ആ കത്തുകളിൽ കൂടെ നോക്കുകയാണെങ്കിൽ പ്രജീഷ്, ആ കത്ത് ഒരുപക്ഷെ പ്രജീഷ് വന്നെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ആ കത്തിൽ നിന്നും പറയുന്ന രീതിയിലൊരു ഫോൺ കോൾ നിങ്ങൾ വിളിച്ചു എന്നിരിക്കട്ടെ, അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ കേസിനകത്ത് കോൺസ്പിറസിയിൽ പ്രതിയാണെന്നാണോ? ഒരിക്കലുമല്ല. ഈ കത്തിൽ നിന്നും അത്തരത്തിലൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് ലോജിക്കലി വളരെ 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 തെറ്റായ ഒരു സമീപനമാണെന്ന് മാത്രമേ ഞാൻ കാണുകയുള്ളൂ. അത് ഇപ്പൊ ഗംഗേഷ് ആനന്ദ കേസിനകത്ത് ആ പെൺകുട്ടി ഒരു കത്തയച്ചു. ആ കത്ത് തെളിവാണെന്നും പറഞ്ഞുകൊണ്ട് കോടതിക്ക് ആ പ്രതിയെ വെറുതെ വിടാൻ പറ്റുമോ? പക്ഷേ നിർണായകമായ പല കാര്യങ്ങളും ശ്രീ ശാസ്ത്രമംഗലം ഈ വീഡിയോ അടക്കം ഇത്തരം കേസുകളിൽ ഒരു പക്ഷേ എവിഡൻസ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു വാദഗതിയുണ്ട്. എവിഡൻസായി ഇത്തരം ഘടകങ്ങളൊക്കെയും കണക്കിലെടുക്കാവുന്നതാണ് ഇത്തരം കേസുകളിലെന്ന്. അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ യഥാവിധി മൊഴികളായി കൃത്യതയോടുകൂടി രേഖപ്പെടുത്താൻ നിയമ സംവിധാനത്തിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന ഒരു വാദഗതി ഉന്നയിക്കുന്നുണ്ട്. പറഞ്ഞോളൂ ഉന്നയിച്ചോട്ടെ. ഞാൻ അതിനകത്തൊരു ഞാൻ അങ്ങോട്ട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഇതിന്റെ ഒറിജിനൽ വീഡിയോ നഷ്ടപ്പെട്ടു പോയെന്ന് അന്വേഷണ സമയത്ത് തന്നെ പറഞ്ഞതാണല്ലോ. ഹലോ, ഇതിന്റെ ഒറിജിനൽ വീഡിയോ അന്വേഷണ സമയത്ത് തന്നെ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞതാണല്ലോ. ഈ വീഡിയോ ഒറിജിനൽ വീഡിയോ ക്ലിപ്പ് കണ്ടെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടുമില്ല. ഈ ഒറിജിനൽ വീഡിയോ ഏതെങ്കിലും തരത്തിൽ ദിലീപിൻ്റെയോ അല്ലെങ്കിൽ ദിലീപ് ഓതറൈസ് ചെയ്ത ആളിൻ്റെ പക്കലോ എത്തിച്ചേർന്നത് നാളിതുവരെ ഒരു കേസില്ലല്ലോ. ഉണ്ടോ? പിന്നെ നമുക്ക് എങ്ങനെയത് പറയാൻ പറ്റും? തീർച്ചയായും നാളിതുവരെ പോലീസിന് ഇതുവരെ അങ്ങനെ ഒരു കേസില്ല. ആ വീഡിയോ ക്ലിപ്പിന്റെ ഏതെങ്കിലും ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, താങ്കൾ ഈ കേസ് തുടക്കം മുതൽ നിരീക്ഷിച്ച വ്യക്തിയായതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വരുന്നത് ചില കേട്ടുകേഴ്വികളാണോ ഇതൊക്കെ? ഇന്നിപ്പോൾ ഈ പൾസർ സുനി ഫോൺ ചെയ്തതുമായി ബന്ധപ്പെട്ടും ദിലീപ് എന്ന നമ്മൾ ഡയറക്റ്റ് പറഞ്ഞു പോവുകയാണെങ്കിൽ ഇപ്പോൾ വന്നു നിൽക്കുന്നത് ദിലീപുമായി ബന്ധപ്പെട്ടുള്ള നമ്മളൊക്കെ തന്നെ ഒരു പക്ഷേ കേട്ടുകേഴ്വിയോ അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും നിയമതലത്തിൽ അന്വേഷണമോ ഒക്കെ വ്യാപിപ്പിക്കാവുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ദിലീപിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള വ്യക്തമായ ആധികാരികമായ എവിഡൻസ് ഈ കത്തിലൂടെ അല്ലെങ്കിൽ മുന്നോട്ട് വരുന്നുണ്ടോ? ഈ കേസിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയെ താങ്കൾ എങ്ങനെ കാണുന്നു ശ്രീ ജെയിംസ് വടക്കഞ്ചേരി? മാത്രമല്ല ഒരു കാര്യം കൂടി ശ്രീ ശാസ്ത്രമംഗലമജിത്ത് ആവർത്തിക്കുന്നത്, ഇത് ഒരു കാരണവശാലും ആധികാരികമായ ഒരു തെളിവിലേക്ക് പോകില്ല ഇന്നത്തെ സാഹചര്യത്തിൽ എന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. അതായത് ഞാൻ ദിലീപ് പറയുന്നു ഈ പൾസർ സുനിയെ അറിയില്ലെന്ന്. പൾസർ സുനി പറയുന്നു ഞങ്ങൾ വളരെ പരിചയക്കാരാണ് എന്ന് മാത്രമല്ല ഈ സൗണ്ട് തോമ അതുപോലെ ഈ ജോർജ് ഏട്ടൻസ് പൂരം തുടങ്ങിയ സിനിമകളിലൊക്കെ ഉള്ള കാര്യം ചേട്ടൻ അറിയാലോ എന്ന് പറയുന്നു. ഞാൻ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസേഴ്സിന് ക്ലാസ് എടുക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയും, ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ചെയ്യേണ്ടത് ഒരു കൺഫ്രണ്ടിങ് എൻക്വയറിയാണ്. രണ്ടുപേരെയും വിളിച്ചു വരുത്തണം. അതിനൊരു പ്രൊസീജിയറുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതനുസരിച്ച് രണ്ടുപേരും കൂടി സംസാരിച്ച് നിങ്ങൾ തമ്മിലൊരു കോംപ്രമൈസ് എത്താൻ പറയണം. അപ്പോൾ ഈ പൾസർ സുനി നമ്മളുടെ പരിചയത്തിൻ്റെ പല കാര്യങ്ങളും കാണിച്ചു കൊടുക്കാൻ തുടങ്ങും. അതിന് ദിലീപ് ഉത്തരം പറയേണ്ടി വരും, ദിലീപ് ഇല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സയൻറ്റിഫിക് ഇൻട്രോഗേറ്ററിൻ്റെ മുമ്പിൽ ഒരു കൺഫ്രണ്ടിങ് എൻക്വയറിക്ക് സാധ്യത കൊടുത്തു കഴിഞ്ഞാൽ കണ്ടമാനം തെളിവുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒന്ന്. രണ്ടാമത് ഉള്ളത്, ഇന്ന് ഇപ്പം ഞാൻ കേട്ടത് ഒരു ഷൂസിൻ്റെ ഉള്ളിലോ മറ്റോ വെച്ച് ഫോൺ എത്തിച്ചുവെന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സിമ്മാണ് ഉപയോഗിച്ചതെന്നും അതിൽ കൂടി സംസാരിച്ചത് ഈ പൾസർ സുനിയാണെന്നുമാണ്. കഴിഞ്ഞ ദിവസം കേട്ടത് എഴുത്തെഴുതിയത് പൾസർ സുനിയാണെന്നും പിന്നീട് അത് കേട്ടു അതല്ല വേറെ ആളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ആണെന്ന് കേട്ടു.
ഇപ്പം ഇതിനകത്ത് ഫോണിൽ പൾസർ സുനിയാണോ എന്ന് വെച്ചാൽ വോയിസ് പ്രിൻ്റ്, അതായത് എൻ്റെ ശബ്ദം തന്നെ എനിക്ക് സ്വന്തം, വേറൊരാൾക്ക് എൻ്റെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതിൽ നമുക്ക് പല പാരാമീറ്റേഴ്സിൽ കൂടിയുള്ളതായ എക്സാമിനേഷൻസ് ഉണ്ട്, ഫോറൻസിക് എക്സാമിനേഷൻ. അത് വെച്ചിട്ട് നമ്മൾ ഇത് പൾസർ സുനി തന്നെയാണോ, അത് എഴുത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പൾസറാണ് എഴുതിയെന്ന് പറയുന്നു, പിന്നീട് പൾസർ അല്ലാന്ന് പറയുന്നു എന്നതുപോലെ ഇത് പൾസറാണോ സംസാരിച്ചെന്നറിയാം. ഇത് സൗണ്ട് ടെസ്റ്റ് നടത്തിയേ പറ്റൂ. ആ സൗണ്ട് ടെസ്റ്റിൽ ഒന്ന് ഡിസ്പ്യൂട്ടഡ് സൗണ്ട് ഉണ്ട്, അതായത് ഡിസ്പ്യൂട്ടഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവരോട് സംസാരിച്ചെന്ന് പറയുന്നത്, ആ ഡിസ്പ്യൂട്ടഡ് സൗണ്ട് എടുത്തിട്ട് ഈ റിക്വസ്റ്റ് സൗണ്ട് മേടിക്കണം. അതെ, ഈ പൾസർ സുനിയുടെ സൗണ്ട് കൂടി എടുത്തിട്ട് അത് പിന്നെ സ്റ്റാൻഡേർഡ് സൗണ്ട് അത് നല്ലതാണ്. കാരണം പൾസർ സുനി വേറെ ആരോടെങ്കിലും സംസാരിച്ച് റെക്കോർഡ് ചെയ്തിട്ട് അതും ഇതെല്ലാം കൂടി വെച്ച് നമ്മൾ ഫോറൻസിക് എക്സാം നടത്തുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ സംസാരിച്ചത് പൾസർ സുനി തന്നെയാണ് എന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം പോലീസിൻ്റെ തലവേദനയാണ്. കാരണം ഈ ഫോണ് അതേ. പക്ഷേ അവിടെയാണ് ശ്രീ ജെയിംസ് വടക്കഞ്ചേരി ആ നിർണായകമായ ആ വീഡിയോ ക്ലിപ്പിംഗ് അടക്കം ഒരു പക്ഷേ അതൊരു തെളിവായി വന്നില്ല എങ്കിൽ അതിപ്പോൾ അത് അന്വേഷിക്കേണ്ട ബാധ്യത പോലീസിനാണല്ലോ. അതെ, പക്ഷേ അതിൻ്റെ കാര്യമുണ്ട്. ഈ പറയുന്നതായ ഈ ഫോണ് ഇവരുടെ കണ്ണുവെട്ടിച്ച്, അതായത് ജയിലധികാരികളുടെ കണ്ണുവെട്ടിച്ച് എങ്ങനെയാണ് ഇത് ഈ പൾസർ സുനിയുടെ കയ്യിൽ എത്തിയതെന്നുള്ളത് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറയണം അവനോട്. ഈ പറയുന്ന ആൾ പറയുന്നത് ഞാൻ ഫോൺ കൊടുത്തതല്ല, എങ്ങനെ നിങ്ങൾ കൊടുത്തതേ, ഷൂസ് ഏത് ഷൂസാണ് വാങ്ങിച്ചത്, ബാറ്റയുടെ ഷൂസൊക്കെ നമുക്ക് അതിൻ്റെ സോളൊക്കെ എന്തോരമുണ്ടെന്ന് അറിയാം. അതിനകത്ത് എങ്ങനെ ഈ ഫോൺ ഒളിച്ച് കടത്താൻ പറ്റി, ഏത് തരത്തിലാണ് കടത്തിയത്, അത് ഇവരുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെ കടത്താൻ പറ്റി എന്നുള്ളത് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറയണം. അങ്ങനെ നോക്കിയത് ശാസ്ത്രീയമായിട്ട് നമുക്ക് തെളിയിക്കാനേ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് ഈ സീൻ ഓഫ് ക്രൈം ഇല്ല, സീൻ ഓഫ് ക്രൈം ഉണ്ടാവില്ല. അതുകൊണ്ട് ശാസ്ത്രീയമായ തെളിവുകളൊന്നും കിട്ടാനില്ല. സീൻ ഓഫ് ഒക്കറൻസ് ഇല്ല. കാരണം ചില ഒക്കറൻസ് ഉണ്ട്, പക്ഷേ സാക്ഷികൾ കിട്ടില്ല. അപ്പോൾ നമുക്കൊരു സയൻറ്റിഫിക് എവിഡൻസ് കിട്ടില്ല, നമുക്കൊരു ഓറൽ എവിഡൻസ് കിട്ടില്ല, പിന്നെ ഡോക്യുമെൻ്ററി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും ഡോക്യുമെൻ്ററി ഉണ്ടാവില്ല. ഈ എഴുത്ത് നമ്മൾ വായിച്ചു നോക്കിയാൽ എഴുത്ത് തന്നെയിലുണ്ട്. അതായത് ഇത്തരം കേസുകളിൽ ഇങ്ങനെയുള്ള എവിഡൻസ് കിട്ടുക, ഞാൻ നേരത്തെ അജിത്തിനോടും സൂചിപ്പിച്ചതാണ്, ഇത്തരം കേസുകളിൽ കിട്ടാവുന്ന ഇത്തരം മൊഴികളോ അല്ലെങ്കിൽ അതൊക്കെ നിർണായകമാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന എഴുത്തായാലും ഒക്കെ അത് ലാഘവത്തോടെ അല്ലെങ്കിൽ ആ രീതിയിൽ കണക്കാക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് കളയാൻ കഴിയില്ല. പക്ഷേ ഈ എഴുത്ത് നമ്മൾ വായിച്ചു നോക്കുമ്പോഴേ ആ എഴുത്തിൻ്റെ ഭീഷണി കാണണമെന്നുള്ളത് ചിലപ്പോൾ കാണാൻ പറ്റും. പക്ഷേ അതിനകത്ത് അപ്പുറമായിട്ട് ഈ എഴുത്ത് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതിനകത്തൊരു ദയനീയതയുണ്ട്, ഒരു അപേക്ഷയുണ്ട്, റിക്വസ്റ്റ് ഉണ്ട്, ഒരു അനുഗ്രഹിക്കണം എന്നുള്ളൊരു ഇങ്ങനെയൊക്കെയുള്ളതായ സംഗതികളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഒരാൾക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശം വെച്ചാണ് എഴുതിയതൊന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ എഴുത്ത്, പിന്നെ അതുപോലെ തന്നെ ആ ഫോൺ ചെയ്തെന്ന് പറയുന്നല്ലോ, ആ ഫോൺ ചെയ്തതിൽ ഇപ്പം ഞാൻ ഒരു ഫോണേ കേട്ടുള്ളൂ, അതായത് ആ മാനേജറോട്. അതിനകത്ത് ഈ പൾസർ സുനി ആണ് സംസാരിച്ചെങ്കിൽ പോലും അതിനകത്തൊരു ഭീഷണിയുടേതായിട്ടൊന്നും ഞാൻ കേട്ടില്ല. മറിച്ച് മാനേജർ ഇങ്ങോട്ട് വരട്ടുന്നു, കേൾക്കേണ്ടതല്ലേ പറഞ്ഞേ. ഇതൊക്കെയാണ് ഓരോ ശകലങ്ങളും അതിൻ്റെതായ ഗൗരവത്തോടുകൂടി ഗൗരവം അർഹിക്കുന്ന തരത്തിലേക്കാണ് കണക്കാക്കേണ്ടത്. ശ്രീ അജ്മലിലേക്ക് മാക്ട ഭാരവാഹി ശ്രീ അജ്മൽ, അതായത് ഈ സംഭവ വികാസങ്ങൾ താങ്കൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇന്നിപ്പോൾ അന്ന് കേസെടുക്കുമ്പോൾ കേസ് അല്ലെങ്കിൽ അതിൻ്റെ കുറ്റപത്രമൊക്കെ തന്നെ നിർണായക ഗതിയിലേക്ക് എത്തി അടയ്ക്കുമ്പോഴൊക്കെ അവിടെയും തുടരന്വേഷണത്തിൻ്റെ ഒരു സാധ്യതകളും ഗൂഢാലോചനയൊക്കെ തന്നെ തുറന്നിട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുടരന്വേഷണത്തിലേക്ക് പോകുന്നതും പോലീസ് കാര്യങ്ങളെ വിശകലനം ചെയ്യുകയും അതായത് അന്വേഷണം പോകുന്നതും. ദിലീപിലേക്കടക്കം ഇന്ന് കാര്യങ്ങൾ വരുന്നുണ്ട്, സംശയങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ വായിച്ചു നോക്കുമ്പോൾ താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഈ സംഭവം നടക്കുമ്പോൾ ആദ്യമായി ഇതിനെ എതിർത്തതും പ്രതികരിച്ചതും മാക്ട ഫെഡറേഷൻ മാത്രമാണ്. ഹലോ, കേൾക്കാം പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഹലോ, കേൾക്കാം പറഞ്ഞോളൂ. ഈ സംഭവം നടന്നപ്പോൾ ആദ്യമായി ഇതിനെ പ്രതികരിച്ചതും ഇതിനെതിരെ രംഗത്ത് വന്നതും മാക്ട ഫെഡറേഷൻ മാത്രമാണ്. പക്ഷെ ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുന്നത്, ഇതൊരു നടിയുടെയോ വിഷയം മാത്രമല്ല, ഇത് മൊത്തം സിനിമ ഇൻഡസ്ട്രിയെ ബാധിക്കുന്നൊരു കേസാണ്. അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം. ഇതിൽ ഗൂഢാലോചനയുണ്ടോ, ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തു, ആരൊക്കെ ഇതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തു, എല്ലാ കാര്യങ്ങളും തുറന്ന് പറയിക്കേണ്ടതും കാര്യങ്ങളിലേക്ക് പോകേണ്ടതും പോലീസാണ് ഇതിന്. ഹലോ, കേൾക്കാം പറഞ്ഞു തുടർന്നോളൂ. താങ്കൾക്ക് വ്യക്തമായ കേൾക്കാമോ? താങ്കൾക്ക്
കേൾക്കുന്നുണ്ടോ? മാക്ട ഫെഡറേഷൻ ഇക്കാര്യത്തിൽ ബോധ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാമോ? താങ്കൾക്ക് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ശാന്തിവിള ദിനേശൻ, ഇവിടെ അതായത് സിനിമാ മേഖലയിൽ ഇവിടെ മാക്ട പറയുന്നത് അടക്കം അല്ലെങ്കിൽ അവർ ഒരു ഘടകം മാത്രമാണ്. അതിനേക്കാൾ ഉപരി സിനിമയിലടക്കം പ്രതിഷേധവുമായി നിരവധി പേർ ആദ്യം രംഗത്തേക്ക് വരുന്നു, പിന്നെ പലരും പിൻവാങ്ങുന്നു. ഇപ്പോൾ ഒരു പക്ഷേ വനിതാ സംഘടനകൾ പോലും ഇത്തരത്തിൽ പലരും പല രീതിയിൽ പരസ്യ പ്രതികരണം നടത്താതെ ഒളിഞ്ഞു നിന്ന് സംസാരിക്കുന്നു. ഇനി താരസംഘടനകളുടെ യോഗം മറ്റന്നാൾ ചേരാനിരിക്കുന്നു. സിനിമാ മേഖലയിൽ ഒരുപക്ഷെ ഒരു കാർമേഘത്തിൻ്റെ തലത്തിലേക്ക് കാര്യങ്ങൾ ഇത് സംഭവ വികാസങ്ങൾ വരുന്നുണ്ടോ? ദിലീപിനെ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ദിലീപിനെ കേന്ദ്രീകരിച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് ആ രീതിയിലുള്ള ചർച്ചകളാണ് കേരളത്തിൽ നടക്കുന്നത്. മാധ്യമങ്ങളടക്കം ദിലീപിന് ഇക്കാര്യങ്ങൾ നേരത്തെ അറിയാമായിരുന്നു, പൾസർ സുനി ആവർത്തിക്കുന്നു. ഇതൊക്കെ വെച്ച് വായിക്കുമ്പോൾ സിനിമാ മേഖലയിലെ പ്രതിനിധി എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഈ നിമിഷം പ്രതികരിക്കുന്നത്? ഒന്ന്, വർഷങ്ങൾക്ക് മുമ്പ് ഉമാ സ്റ്റുഡിയോ മധുസാർ നടത്തുന്ന കാലത്ത് അവിടെ ഒരു വിജയൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ കാണാതെ പോയി. അന്ന് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാരും പറഞ്ഞത് മധുസാർ അയാളെ കൊന്ന് ഉമാ സ്റ്റുഡിയോയിൽ കുഴിച്ചിട്ടുന്നു. അതായത് ഇന്നത്തെ ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോ കിടക്കുന്ന സ്ഥലം. ഏതാണ്ട് 12 വർഷത്തോളം മധുസാർ അതിൻ്റെ പാവഭാരം ഏറ്റ ആളാണ്. 12 വർഷം കഴിഞ്ഞപ്പോൾ ആ വിജയൻ എന്ന് പറഞ്ഞ ആൾ കൽക്കട്ടയിൽ നിന്ന് എവിടുന്നോ തിരിച്ചു വന്നു. ഈ 12 വർഷം മധുസാർ അനുഭവിച്ച വേദന അദ്ദേഹത്തിന് നല്ല ധൈര്യമുള്ളൊരു മനുഷ്യനായതുകൊണ്ട് പിടിച്ചു നിന്നു. ഞാൻ ചോദിക്കുന്നത്, അമേരിക്കൻ ട്രിപ്പിന് പോകുന്നതിന് മുമ്പ്, ഞാൻ മെനങ്ങാന്ന് ഇവിടെ ചോദിച്ച ചോദ്യമാണ് വീണ്ടും ചോദിക്കുന്നത്. അമേരിക്കൻ ട്രിപ്പിന് പോകുന്നതിന് മുമ്പ് ഏപ്രിൽ മാസത്തിൽ ലോക്നാഥ് ബെഹ്റ എന്ന് പറഞ്ഞ DGPക്ക് ഈ പൾസർ അയച്ചു എന്ന് പറയുന്ന കത്തും അയാൾ വിളിച്ച ഫോണിൻ്റെ CD-യും കൊടുത്തിട്ട് പോയിട്ട് 2 മാസം കഴിഞ്ഞിട്ടും അതിൻ്റെ അന്വേഷണം നടന്നിട്ടില്ല. അതിനുശേഷം സെൻകുമാർ വന്നു, ഇതാ വീണ്ടും അടുത്ത ആഴ്ച ബെഹ്റ വരുന്നു. ദിലീപിനെ പോലെ ഞാൻ കേൾക്കുന്ന 8 വർഷമായി ക്രിമിനൽ പശ്ചാത്തലമുള്ള ഈ പൾസർ പറയുന്ന വാക്കാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? സംസ്ഥാന അവാർഡ് അടക്കം വാങ്ങിയ ജനപ്രിയനായ നായകനായ ദിലീപിന്റെ വാക്കാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? അവിടെ ജനപ്രിയതയല്ല ഇക്കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ. കാരണം അന്ന് ദിനേശ് കശ്യപിന് ഈ കേസ് അന്ന് ബെഹ്റ കൈമാറുന്നു. അതിനുശേഷം സ്വാഭാവികമായും അതിന്റെ അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ അവർ പ്രാഥമികമായി ലഭിച്ച വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലേക്കൊക്കെ ആയിരിക്കാം ആ രീതിയിലേക്ക് പോയി. അതിനുശേഷം എന്തുകൊണ്ട് അതിനുശേഷം ഒരു മാധ്യമത്തിന് ദിലീപ് തന്നെ ഇന്റർവ്യൂ നൽകുന്നു? അതിലൊന്നും തന്നെ ഇക്കാര്യങ്ങളൊന്നും പരാമർശിക്കില്ല. മാത്രമല്ല ഫേസ്ബുക്കിലൂടെ മാത്രം ഇത്തരത്തിൽ പ്രതികരണങ്ങളിലേക്ക് വരുന്നു. പൊതുമാധ്യമങ്ങളിലൊന്നും പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഒരു പക്ഷേ അവിടെയൊക്കെ തന്നെ ഒരു പിഴവ് ഇക്കാര്യത്തിൽ സംഭവിച്ചു. ഞാൻ പറഞ്ഞത് അമ്മയ്ക്കോ ഫെഫ്കയ്ക്കോ ഇതിൽ എന്തെങ്കിലും ഇടപെടാൻ പറ്റുമോ? ഇത് ചെയ്യേണ്ടത് പോലീസാണ്. രാവിലെ എഴുതിച്ചിട്ട് അമ്മയുടെ പ്രസിഡന്റായ ഇന്നസെന്റ് പറയാണ് ദിലീപ് നിരപരാധിയാ, മറ്റേ പൾസറ എന്ന് പറഞ്ഞാൽ കേരള സമൂഹം അംഗീകരിക്കൂ? അല്ലെങ്കിൽ ഞങ്ങളുടെ ഫെഫ്കയുടെ തലവനായ ഉണ്ണികൃഷ്ണനോ സിബിമലയിലോ പറയുകയാണ് ദിലീപ് നിരപരാധിയാണ്, അല്ലെങ്കിൽ ദിലീപ് ഇവിടെ ഒരു കൊട്ടേഷന്റെ മോട്ടീവ് ആ കേസിൽ അന്നും ഇന്നും ഉണ്ടായിരുന്നു. അല്ല, കൊട്ടേഷൻ മോട്ടീവ് നമ്മളൊന്നും പറഞ്ഞിട്ട് എന്താ കാര്യം? അത് പോലീസല്ലേ അന്വേഷിക്കണ്ടേ? ഈ പോലീസ് എന്താ 2 മാസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഫെബ്രുവരി മുതൽ ഇത്രയും ഏതാണ്ട് 5 മാസം കിട്ടിയിട്ട് പോലീസ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പോലീസാണ് ഈ പണി ചെയ്യേണ്ടതെന്നേ. ശ്രീ ഭാസുനേന്ദ്ര ബാബു, അവിടെയാണ് താങ്കൾ കൂടി പ്രദാനം ചെയ്യുന്ന ഒരു ഭരണകൂടത്തിന്റെ വിഭാഗത്തിലേക്ക് വരുന്നത്. കാരണം ഇക്കാര്യത്തിൽ ഒരു അന്വേഷണത്തിന്റെ ഇങ്ങനെ ചില ചോദ്യങ്ങൾ സ്വാഭാവികമായും വരുമ്പോൾ ഈ കേസിന് അതിന്റെ വഴിത്തിരിവിലേക്ക് വരുന്ന ഘട്ടത്തിൽ പോലീസ് ഒരുപക്ഷെ സ്വാഭാവികമായും ഈ കേസിൽ അവർക്ക് ന്യായീകരണങ്ങൾ കാണും. സ്വാഭാവികമായും ഉണ്ടാകാവുന്ന സാങ്കേതികത്വം അടക്കം അവർക്ക് ഉന്നയിക്കാൻ കാണും. ഈ കേസിനെ താങ്കൾ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്? സാർ മറുപടി പറയുന്നതിന് മുമ്പ് സാറിന് ഒരു പോയിന്റ് കൂടെ കൊടുക്കാം. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടെ അന്വേഷണത്തിൽ കൊണ്ടുവരണമെന്നാണ് ഇന്ന് ആ PT തോമസ് എന്ന് പറഞ്ഞ MLA പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ അറിയപ്പെടുന്ന കോൺഗ്രസ് പ്രവർത്തകനാണ് ദിലീപ്. അയാൾ എന്തിനാ പിണറായി വിജയൻ സംരക്ഷിക്കണേ? PT തോമസിനെയൊക്കെയാണ് ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ശ്രീ ഭാസുനേന്ദ്ര ബാബു, അല്ല, അതിനകത്ത് ഇപ്പം ദിലീപ് അതിനകത്ത് ഇൻവോൾവ് ആണോ അല്ലയോ എന്ന കാര്യമൊന്നും നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ശരിക്കും ശാന്തിവിള ദിനേശ് പറയുന്ന മാതിരി അത് പോലീസിന്റെ കാര്യമാണ്. പക്ഷേ ഇവിടെ ശ്രീ അജിത് പറഞ്ഞല്ലോ, കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു, ഇനി അതിനുശേഷം വരുന്ന കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതില്ല എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ പരിശോധിക്കാവുന്ന രീതിയിൽ ഗൗരവതരമായ ഒരു കാര്യം ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ കേസ് 2ആയി വീതിക്കപ്പെട്ടിരുന്നു പ്രജീഷ്. അതിൻ്റെ കേസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടാണ് ആക്ച്വൽ കുറ്റകൃത്യത്തെ സംബന്ധിച്ചാണ് കുറ്റപത്രം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനയുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ? അതേ സംബന്ധിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം ഇപ്പോഴും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഈ കേസിൻ്റെ ഭാഗമായി തന്നെ അതിനെ സംബന്ധിച്ച് അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇപ്പോഴെന്താ കിട്ടിയിരിക്കുന്നത്? പൾസർ സുനി തന്നെ സംബന്ധിച്ച് കഴിഞ്ഞ കാര്യമുണ്ടല്ലോ. പൾസർ സുനി പറയുന്നത് കൊട്ടേഷൻ ഞാനാണ് ഏറ്റെടുത്ത് ഞാൻ എൻ്റെ മുൻകൈയിൽ നടത്തുന്നു.
മറ്റേ ആൾക്കാരെ ഞാൻ പിന്നെ സംഘടിപ്പിച്ച് ഈ പരിപാടി നടത്തുന്നത് എൻ്റെ മാത്രം താല്പര്യമാണ്. പണം ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു ലക്ഷ്യം. ഇതായിരുന്നല്ലോ കേസിൻ്റെ ഇതുവരെയുള്ള സ്വഭാവം. അപ്പോൾ തന്നെ ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സംവിധായകനായിരിക്കുന്ന ഒരാൾ, പ്രധാനപ്പെട്ട നടി ഒക്കെ പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അപ്പോൾ ഗൗരവതരമായൊരു ഗൂഢാലോചന നടത്താവുന്ന വളരെ സ്വാധീനമുള്ള ഉന്നതനായ ഒരാളിൻ്റെ പിന്നിലുണ്ട് എന്ന നിലയ്ക്കുള്ള വാർത്ത വന്നത് സിനിമാ ലോകത്തു നിന്ന് തന്നെയാണ്, പത്രലോകത്തു നിന്നല്ല വന്നത്. അങ്ങനെ അതാണ് പ്രമുഖ നടൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. നാം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദിലീപിനെ കുറിച്ച് തന്നെയായിരുന്നു എന്നതാണ് വസ്തുത. ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത്? ആ പ്രമുഖ നടൻ തന്നെ പറയുന്നു, എന്നെ ഏത് നിലവാരത്തിലുള്ള നിരീക്ഷണങ്ങൾക്കോ പരീക്ഷണങ്ങൾക്കോ വിധേയമായിക്കൊള്ളൂ, ഞാനല്ല എന്ന്. അദ്ദേഹം തന്നെ പറയേണ്ടി വരുമ്പോൾ പ്രമുഖ നടൻ ആരെല്ലാം തെളിഞ്ഞു കഴിഞ്ഞല്ലോ, അല്ലെ? അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു. ഇനിയിപ്പം വളരെ ലളിതമായി പറഞ്ഞാൽ പൾസർ സുനി പറയുന്നത് ഇത് സംഭവിക്കുന്നതിന് മുമ്പ് ദിലീപിന് അറിയാമായിരുന്നു എന്ന് പൾസർ സുനി പറയുമ്പോൾ പൾസർ സുനിക്ക് പറയാനാകൂ നഷ്ടപ്പെട്ട ഫോൺ എവിടെയാണ്, എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്, അതോ യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ആരെങ്കിലും അത് സൂക്ഷിക്കുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് ആര്? ഇതൊക്കെ പറയാൻ കഴിയുന്നത് വക്കീലിനൊന്നും അല്ലല്ലോ, ആ പിടിക്കപ്പെടുന്ന ചോദ്യം ചെയ്യപ്പെടുന്ന വക്കീലൊന്നുമല്ല, പൾസർ സുനിക്ക് തന്നെയാണ്. ഇവിടെ ഈ കേസിനെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും വലിയൊരു ദൗർബല്യമായി നമ്മൾ ഇതിനു മുമ്പ് തന്നെ കണ്ടിരുന്നത് അതിൻ്റെ വിഷ്വൽസ് മുഴുവൻ കൈ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് ഷൂട്ട് ചെയ്ത ഫോൺ കിട്ടിയിട്ടില്ല. അങ്ങനെ ഫോൺ കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി റിയൽ ഫോൺ, ആ ഫോണില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് തെളിയിക്കപ്പെടാവുന്നതാണോ എന്ന സന്ദേഹമുണ്ട്. അങ്ങനെ വരുമ്പോൾ മറഞ്ഞു നിൽക്കുന്ന ഒരു ഗൂഢാലോചനക്കാരനുണ്ട് എന്ന് വ്യക്തമാണ്. അതാണ് സ്വാഭാവികമായിട്ട് സർക്കാരും തുറന്നിട്ടുള്ളത്. അതാണ് വ്യക്തമാണ്. അപ്പൊ അതുണ്ട്. അത് ദിലീപാണോ അല്ലയോ എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ വരുമ്പം അത്രയും സന്ദേഹം, അപ്പം സംശയത്തിന്റെ ആനുകൂല്യം ദിലീപിന് കൊടുക്കാവുന്നതാണ്. ശാസ്ത്രമംഗല അജിത്ത് പറയുന്ന മാതിരി തെളിയിക്കാവുന്ന കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആനുകൂല്യം കൊടുക്കുമ്പോൾ തന്നെ ഈ പൾസർ സുനി പറയുന്നു ദിലീപിന് നേരത്തെ അറിയാമായിരുന്നു. വിശ്വാസത്തിലൊന്നും എടുക്കണ്ട. കാരണം ഇപ്പോൾ 1.5 കോടി രൂപ ചോദിക്കണമെങ്കിൽ അത് ചെറിയ തുകയല്ല, സിനിമാക്കാരെ സംബന്ധിച്ച് ചെറിയ തുകയാണ് താനും. എന്നങ്ങനെ ചോദിക്കണമെങ്കിൽ അത് ആരോടാണോ ചോദിച്ചിരിക്കുന്നത് ആ ആൾക്ക് ഇതിന് മുമ്പ് അറിയാം എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ കൊടുത്തത് അയാൾ തന്നെയാണ് എന്നല്ലേ പറയാതെ സുനി പറഞ്ഞിരിക്കുന്നത്. അല്ല, ഖണ്ഡിക്കാനൊന്നുമില്ല. ഞാൻ പറയുന്നത് ഈ സംഭവത്തിന് തൊട്ട് മുമ്പ് മേനക എന്ന് പറഞ്ഞ നടിയെ ഇതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നിരുന്നുവെന്ന് അവരുടെ ഭർത്താവായ സുരേഷ് കുമാർ തന്നെ പരസ്യമായി പറഞ്ഞു. ഈ സംഭവത്തിന് ശേഷം എനിക്ക് പേര് പറയാൻ മടിയൊന്നുമില്ല, റീമ കല്ലിങ്കൽ പറയുന്നു എന്നെയും ഇതുപോലെ കാർ മാറ്റി കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇതെല്ലാം കൂടെ ഈ ദിലീപിന്റെ പേരിൽ നമ്മൾ സംശയം കൊണ്ടുവരേണ്ടത്. കൊണ്ടുപോയ ഈ പറയുന്ന ഈ പൾസർ എന്ന് പറഞ്ഞ ഈ റാസ്കലിനെ ആദ്യം നന്നായിട്ട് ചോദ്യം ചെയ്യണം. മലയാള സിനിമയിൽ ഏവനാ ചെയ്തതെന്ന് അതാ ചെയ്യേണ്ട. അല്ലാതെ നമ്മള് ഇവിടെ ശ്രീ ശാന്തിവിള ദിനേശ്, അതായത് ഈ ലെറ്ററിൽ പോലും നേരത്തെ സാർ ശ്രീ ജെയിംസ് വടക്കഞ്ചേരി ഒരു സംശയം പ്രകടിപ്പിച്ചതുപോലെ ആ എഴുത്തിന്റെ രീതിയിൽ പോലും പ്രഥമ ദൃഷ്ടിയ സംശയിക്കാവുന്ന കാര്യങ്ങളുണ്ട്. പ്രഥമ ദൃഷ്ടിയാൽ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. അത് കോണ്ടസ്റ്റ് അല്ലല്ല, 300 രൂപ തരുന്ന ആദ്യത്തെ കത്ത് അല്ലല്ല. വേറെ കാര്യം എനിക്ക് പറയാനുള്ളത്, അതായത് പൾസർ സുനിയായിട്ട് യാതൊരു ബന്ധമില്ല, എനിക്ക് പരിചയമില്ല എന്ന് ദിലീപ് പറഞ്ഞല്ലോ. ഇന്ന് ദിലീപിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിൽ ഞാൻ ലൈറ്റ് ഡിറ്റക്ഷനും ഞാൻ ബ്രെയിൻ മാപ്പിങ്ങിനും തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരള പോലീസിൻ്റെ ആധികാരികമായിട്ടുള്ള ഒരു പുസ്തകമാണ്, കേരള പോലീസിൻ്റെ ആണത്. അതിനകത്ത് പറയുന്നുണ്ട് ലൈറ്റ് ഡിറ്റക്ഷനെ പറ്റി. No lie detector test should be administered except on the basis of the consent of the accused. Accused എന്ന് പറഞ്ഞാൽ പ്രതി എന്നാണ് അർത്ഥം, കുറ്റാരോപിതൻ എന്നർത്ഥം. കുറ്റാരോപിതനാകണമെങ്കിൽ കേസെടുക്കണം, കേസെടുത്ത് പ്രതി ആക്കണം. അതിന് ദിലീപ് തയ്യാറാണോ? അതായത് ചെയ്യാനും പറ്റുള്ളൂ. അതായത് അതിന്റെ സങ്കീർണത, അതായത് ശ്രീ ശാന്തിവിള ദിനേശൻ ആ സങ്കീർണത പോലും മനസ്സിലാക്കിക്കൊണ്ടാണോ ദിലീപ് ഇന്ന് പറഞ്ഞ വാചകം പോലും ഇത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലല്ല, ഞാൻ ചോദിച്ചത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ സാറോട് സംസാരിച്ചു. ഞാൻ പറയുന്നത് ഈ ദിലീപ് എന്ന നടൻ ഇതിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റും? ഇതല്ലാതെ എന്നെ കൊണ്ടുപോയി നിങ്ങൾ ഇതാ ബ്രെയിൻ മാപ്പിംഗ് നടത്തൂ, നിങ്ങൾ എന്നെ എന്ത് വേണോ എന്ന് പറയുന്നതിനപ്പുറം ദിലീപ് എന്ന് പറഞ്ഞ ആളിന് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളത് പറയും. ഇവിടെ ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ മെനങ്ങാന്ന് പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നു. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ, ഡ്രൈവേഴ്സ് യൂണിയനിലെ കാർഡില്ലാതെ മലയാള സിനിമയിൽ ഒരാൾക്ക് കാർ ഓടിക്കാൻ പറ്റില്ല.
ഇവൻ കഴിഞ്ഞ 8 വർഷമായി മലയാള സിനിമയിൽ സജീവമായി പലരുടെയും പേഴ്സണൽ ഡ്രൈവറായിട്ടും സിനിമയുടെ ഡ്രൈവറായിട്ടും വർക്ക് ചെയ്തു എന്ന് പറയുന്നു. എങ്ങനെ അവൻ സിനിമയിലെത്തി? ആരവനെ സപ്പോർട്ട് ചെയ്തു? ഇത്തരം കാര്യങ്ങൾ മുതൽ അന്വേഷിച്ചാൽ ഇതിൻ്റെ ലിങ്ക് കറക്റ്റാവും. യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കും. പ്രൊഡക്ഷൻ കൺട്രോളർ ഇത്രയും സമയമായിട്ട് ഈ തൃശ്ശൂർ റോഡിൽ എറണാകുളം റോഡിൽ ഇത്രയും സമയമായിട്ട് വിളിക്കാനോ അല്ലെങ്കിൽ അതൊക്കെ ഒരു അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഇതെല്ലാം പരിധിയിൽ വരണം. ഇതിവിടെ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ സംവിധാനം ചെയ്ത സിനിമയിലെ നായകനായിരുന്നു ലാൽ. എനിക്ക് തോന്നിയൊരു കാര്യം, ഇതിൻ്റെ തിരക്കഥ തെറ്റിയത് എവിടെയെന്ന് ചോദിച്ചാൽ, ഈ കുട്ടിയെ ആക്രമിച്ച് ഇത്തരം പടങ്ങളോ വിഷ്വലോ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ ഒരു സാധാരണ പെണ്ണ് കാണിക്കുന്ന പോലെ കരഞ്ഞുകൊണ്ട് അവൾ തൃശ്ശൂർ വീട്ടിലേക്ക് പോവുകയോ എറണാകുളത്ത് ഏതെങ്കിലും ഹോട്ടൽ മുറിയിൽ പോയി കിടന്ന് തേങ്ങി കരയുകയോ ചെയ്യുമെന്ന് ഇവർ കരുതി. പക്ഷേ നേരെ തിരിഞ്ഞുപോയി. ഇവൾ നേരെ ലാലിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ലാൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ SIയെ പോലും വിളിച്ചില്ല, നേരെ DGP വിളിച്ച് നടന്ന കാര്യങ്ങൾ അവിടെയാണ് ഇത് തിരിഞ്ഞു പോയത്. തീർച്ചയായും ഞാൻ മടങ്ങിയെത്താം ശ്രീ ശാസ്തമംഗലം അജിത്തിലേക്കും അജ്മലിലേക്കും. ശ്രീ ശാസ്തമംഗലം അജിത്ത്, ഇവിടെ നമ്മൾ കേൾവിയുടെയോ അല്ലെങ്കിൽ കിംവദന്തികളുടെയോ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു മാധ്യമ വിചാരണയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വിചാരണകളോ നടത്താൻ പാടില്ല. എന്തായാലും പോലീസിന് കൃത്യമായ തെളിവുകൾ എവിഡൻസ് ആണ് വേണ്ടത്. ആ കിട്ടുന്ന എവിഡൻസ് അത് ഫാക്ച്വൽ ആണോ വസ്തുതാപരമാണോ തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത്. ഇങ്ങനെ ഈ ചർച്ചകളിലൊക്കെ ദിലീപിന്റെ പേര് മുന്നോട്ട് വയ്ക്കുമ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ആ സംശയത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ടോ അദ്ദേഹത്തിന്? ഇന്നിപ്പോൾ പറഞ്ഞ നാർക്കോ അനാലിസിസോ അല്ലെങ്കിൽ ബ്രെയിൻ മാപ്പിങ്ങിനടക്കം ഞാൻ മുന്നോട്ട് വരാൻ തയ്യാറാണ്, പിന്നെന്ത് പറയും ദിലീപ് എന്നാണ് ശാന്തിവിള ദിനേശൻ അദ്ദേഹത്തെ നിലപാടുകളെ അനുകൂലിക്കുന്ന വ്യക്തി പറയുന്നത്. ശ്രീ ശാസ്തമംഗലം അജിത്ത്, ഇതിനകത്ത് ഇപ്പം നമ്മുടെ ആ ക്രിമിനോളജിസ്റ്റ് അദ്ദേഹം പറഞ്ഞ പോയിന്റ് കറക്റ്റ് അല്ല. കാരണം ഒരു പ്രതിയല്ല, ആരെ വേണമെങ്കിലും ബ്രെയിൻ മാപ്പിങ്ങിനും പോളിഗ്രാഫ് ടെസ്റ്റിനും വിധേയമാക്കാൻ പോലീസിന് റൈറ്റ് ഉണ്ട്, പ്രൊവൈഡ് അവരുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ. അതിനുവേണ്ടി സുപ്രീം കോടതിയിൽ ഒരു ഫുൾ ബെഞ്ച് ഡിസിഷൻ ഉണ്ട്, സെൽവി ആൻഡ് അതേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് എന്നും പറഞ്ഞ് KG ബാലകൃഷ്ണൻ ചെയർ ചെയ്ത ഒരു ഫുൾ ബെഞ്ച് ഡിസിഷൻ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ബ്രെയിൻ മാപ്പിങ്ങിനും പോളിഗ്രാഫ് ടെസ്റ്റിനും ഒക്കെ പോകാമെന്നും തരുന്നതിന് വീണ് കൊടുക്കേണ്ട കാര്യമില്ല. അയാൾ അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അയാളൊരു ഉന്നതനായ നടനാണ്, പേര് കേട്ട ഒരാളാണ്. അയാൾ ആകപ്പാടെ അങ്കലാപ്പിലും പേടിയിലുമാണ്. അതുകൊണ്ടാണ് അയാളിത് പറയുന്നത്. അല്ലാതെ ഇതിനകത്തൊരു കാര്യവുമില്ല. ഇതിനകത്ത് ഒരൊറ്റ കാര്യത്തിൽ ഇത് കംപ്ലീറ്റ് കള്ളത്തരമാണെന്നുള്ള മനസ്സിലാക്കാം. കാരണം ഇതിനകത്ത് പൾസർ സുനി പറയുന്നത് ഇതിനകത്ത് കൊട്ടേഷൻ എമൗണ്ട് എന്നുള്ള 1.5 കോടി രൂപയാണ്. 1-2 രൂപയല്ല, 1.5 കോടി രൂപയാണ്. 1.5 കോടി രൂപ കൊടുത്ത് ഇത്തരത്തിലൊരു നടിയെ ഇങ്ങനൊരു കാര്യത്തിനകത്ത് ചെയ്യിപ്പിക്കുന്നതിന് ഇയാൾക്ക് എന്ത് അഡ്വാൻറ്റേജ് കിട്ടും? അതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇത് കംപ്ലീറ്റ് ഇത് ഹോക്കസ് പോക്കസ് ആണ്, ഇതൊരു കള്ളക്കഥയാണ്. പിന്നെ അതിനകത്ത് വേറൊരു പോയിന്റ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. ആ കത്തിനകത്ത് തന്നെ പറയുന്നുണ്ട് 300 രൂപ ഇയാൾക്ക് അയച്ചു കൊടുക്കണം. ഞാൻ അത്രമാത്രം ബുദ്ധിമുട്ടിലാണ്. അതാണ് അതിനകത്ത് എലിപ്പത്തായം. ആ 300 രൂപ ഇത് കേട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാളെ അത് തെളിവുണ്ടാക്കാം. വിഷ്ണുവിനെ വിളിക്കുമ്പോഴും മറ്റേ നദുഷയെ വിളിക്കുമ്പോഴും ഒക്കെ പറയുന്നതാണ് ഇന്നതാണ് ഇന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ട് അവരുടെ ഭാഗത്തു നിന്ന് പോസിറ്റീവായിട്ടൊരു മറുപടി വരിക. നാളെ എങ്ങനെയെങ്കിലും ഒരു തെളിവുണ്ടാക്കി ഈ അന്വേഷണത്തിൻ്റെ ഒരു ദിശ ആ രീതിയിലോട്ട്. ഇതിപ്പോൾ നോക്കിക്കോളൂ, ഒന്നും പേടിക്കാനില്ല. കേരള പോലീസ് എത്ര മണ്ടന്മാരൊന്നുമില്ല. അവർ ഈ ഭാഗം അന്വേഷിച്ചിട്ട് അത് ക്ലോസ് ചെയ്ത് ഊരക്കളയും, ഒരു സംശയവും വേണ്ട. കാരണം ഇത്രമാത്രം നല്ല രീതിയിൽ അന്വേഷിച്ച ഒരു കേസിനകത്ത് ഇതുവരെ അറിയാത്തൊരു കാര്യം പൊടുന്നനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. അതൊന്നും കേരളത്തിൽ നടക്കാത്ത കാര്യമാണ്. കേരളത്തിനകത്തുള്ള ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നല്ലൊരു ടീമാണ് ഈ കേസ് അന്വേഷിച്ചത്. അവർ ഈ കേസ് ഫുൾ സ്കോറായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. ആ അന്വേഷണത്തിന് ആരും പരാതി പറഞ്ഞില്ല. സിനിമാ മേഖലയിലുള്ള ആരും പരാതി പറഞ്ഞില്ല. ദിലീപിനെ പോലെ ഒരാളെ മനഃപൂർവ്വം മാറ്റി നിർത്തിയിട്ടാണ് അന്വേഷണം വന്നതെന്ന് ഒരൊറ്റ ആളും പരാതി പറഞ്ഞില്ല. ഇപ്പോഴും ദിലീപിനെതിരെ ഒരു പരാതി വന്ന് ഇതിനകത്തുള്ള ഒരു ഗ്രൂപ്പ് ഫൈറ്റ് ആണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിസ്സംശയം പറയാം. ഇതിനകത്ത് ഒരു ഗൂഢാലോചനയുള്ള ഒരു കുന്തവുമില്ല. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. യെസ്, ഞാൻ വരാം. ശ്രീ അജ്മൽ, നിങ്ങൾ ബോധ്യപ്പെട്ട നിങ്ങളൊക്കെ മാക്ട ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തുകയാണ്. മാക്ട ശ്രീ ബൈജു കൊട്ടാരക്കര അടക്കമുള്ളവർ ശക്തമായ രീതിയിൽ ഇതിലെ സത്യസന്ധത യഥാർത്ഥ വസ്തു പുറത്തേക്ക് വരണം, മറ്റുദ്ദേശമുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ അത് അറിയേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിലും നിങ്ങൾ മുന്നോട്ട് പോയ വ്യക്തികളാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ ശാന്തിവിള ദിനേശൻ പറഞ്ഞ കാര്യങ്ങൾ, അഡ്വക്കേറ്റ്സ് പറഞ്ഞ കാര്യങ്ങൾ, ആദ്യമായി പ്രതികരിച്ചതും കാര്യങ്ങൾ ചെയ്തതും മാക്ട പെട്ടഷൻ മാത്രമാണ്. നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ ശ്രീ അജ്മൽ ഇക്കാര്യത്തിൽ ഒരു ഗൂഢാലോചനയുടെ തലം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബലമായി സംശയിക്കേണ്ടി വരുന്നത് ഈ ഘട്ടത്തിൽ, അതിനെന്തെങ്കിലും പുതിയ മാനം പറയാൻ കഴിയുമോ? 100% കാരണം ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോൾ എനിക്കറിയാം. ഒരു സിനിമയിൽ ഒരു വണ്ടി ചലിക്കണോ, ഒരു വണ്ടിയിൽ ചലിക്കണോ, ഒരു റൂം എടുക്കണോ, ഒരു സിനിമയിൽ എന്ത് ചെയ്യണം, ആർട്ടിസ്റ്റ് എവിടെ വന്ന് ഡബ് ചെയ്യണം, എവിടെ അഭിനയിക്കണം,
മൊത്തം A മുതൽ Z വരെ തീരുമാനിക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോൾ അറിയാതെ ഒരു വണ്ടി ഒരു ലൊക്കേഷന് പോവില്ല. ഈ നടിക്ക് നടിക്ക് വിട്ട വണ്ടി ഇത്രയും സമയം വൈകി എന്താ പ്രൊഡക്ഷൻ കൺട്രോൾക്ക് അന്വേഷിച്ചൂടെ? 1 മണിക്കൂർ കൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് എത്തേണ്ട വണ്ടി 4 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്താ പ്രൊഡക്ഷൻ കൺട്രോൾ അന്വേഷിക്കാത്തത്? ആ സിനിമയിലെ ഡബ്ബിങ് മാത്രമല്ല, പല സിനിമയിലെ ഡബ്ബിങ്ങും പല സ്റ്റുഡിയോയിലും നടക്കുന്നുണ്ട്. അവർക്ക് വെയിറ്റിംഗ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടി. എങ്കിൽ ആ വെയിറ്റിംഗ് കൊണ്ട് ഈ നടി എത്തിയിട്ടില്ല, ഡബ് ചെയ്തിട്ടില്ല. ഈ നടി എവിടെ എത്തി? എന്ത് അന്വേഷിക്കാന്? ഇവിടെ ദിലീപിന്റെ പേര് ദിലീപിലെ മുൻനിർത്തിയ ചർച്ചയാണ്. ദിലീപിലേക്ക് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുന്നില്ലെങ്കിൽ കൂടി ദിലീപിനെ ഇന്ന് അദ്ദേഹമാണ് ഇന്ന് കുറ്റസ്ഥാനത്തെ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തേക്ക് ഇന്ന് നമ്മളൊക്കെ ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നത്. ആ രീതിയിൽ ദിലീപിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിലേക്കാണ്, അല്ലെങ്കിൽ അത് സമ്മതിക്കാൻ തക്ക രീതിയിലുള്ള എന്ത് കാര്യങ്ങളാണ് നിങ്ങളുടെ കൈവശം? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഒരുപാട് സൂപ്പർ സ്റ്റാർ, ഹലോ പറഞ്ഞോളൂ. ഇവിടെ ഒരുപാട് സൂപ്പർ സ്റ്റാർ ഉണ്ട്. മോഹൻലാൽ ഉണ്ട്, മമ്മൂട്ടി ഉണ്ട്, ഒരുപാട് സൂപ്പർ സ്റ്റാർ ഉണ്ട്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഇവിടെ ദിലീപ് മാത്രം എന്തിനാണ് ഞാനല്ല, ദിലീപ് മാത്രമേ പറയുന്നുള്ളൂ ഞാനല്ല, എന്നെ നുണപരിശോധന ചെയ്യൂ. ദിലീപ് മാത്രമല്ലേ പറയുന്നുള്ളൂ, ഞങ്ങൾ ദിലീപാന്ന് പറയുന്നില്ല. മലയാള സിനിമ വലിയൊരു ഇൻഡസ്ട്രിയാണ്, സംശയത്തിന്റെ നിലയിൽ നിൽക്കുകയാണ്. ആ സംശയ നിലയിൽ മാറ്റേണ്ടതും പോലീസാണ്, ഇവിടുത്തെ ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് നുണപരിശോധന തയ്യാറാണെങ്കിൽ അതിന്റെ വഴിയായിട്ട് പോകണം, ചർച്ചയിൽ പോവാതെ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയ ഒരു പ്രശ്നമില്ല. പിന്നെ അവിടെ സ്വാധീനമില്ലാതെ ജയിലിലേക്ക് ഒരു മൊബൈൽ പോവോ? ഒരു സ്വാധീനമില്ലാതെ ഇതാര് കൊടുത്തു? കൊണ്ടുപോയി നോക്കണ്ട, ആര് കൊടുത്തു വിട്ടു? സത്യം തെളിയിക്കപ്പെടട്ടെ. ദിലീപിന്റെ നിരപരാധിത്വം ദിലീപ് തെളിയിക്കട്ടെ. പിന്നെ ഞാൻ ഫേസ്ബുക്കിലൂടെ ഒരു കാര്യം കേട്ടു, സലീകുമാറിന്റെ ഒരു സംഭവം. വളരെ ലജ്ജ തോന്നുന്നു. ഒരു അവാർഡൊക്കെ വാങ്ങിയ ഒരു നടൻ ഇങ്ങനെ പ്രതികരിക്കാൻ പാടുണ്ടോ? ഇത്രയും പീഡനേറ്റ ഒരു നടിയെ നുണപരിശോധന ചെയ്യണം. ഇതൊക്കെ ഈ കേരളം കാണുന്നുണ്ട്. ആര് പറയിക്കുന്നു? അതും കൂടി സംശയമല്ലേ? തീർച്ചയായും എന്ന് പറയുന്നത് പോലെയായി പോയി ഇന്നത്തെ ദിലീപിന്റെ പ്രതികരണങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ദിലീപിനെ അല്ലെങ്കിൽ ദിലീപ് എന്ന നടന് എന്തുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വരുന്നു എന്നാണ് മാക്ട് ചോദിക്കുന്നത്. നേരത്തെ ബൈജു കൊട്ടാരക്കരയൊക്കെ ചോദിച്ച കാര്യമാണ്. അല്ല, ഈ ആരോ പറയുന്ന പോലെ ഈ സംഭവം നടന്ന് ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഇവിടുത്തെ നവമാധ്യമങ്ങളും ചില ചാനലുകളും, അതിൽ കൈരളിയൊന്നും പെടില്ല, ചില ചാനലുകളും ദിലീപാണ് എന്നുള്ള രീതിയിൽ ചർച്ച പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് മണ്ടനാറുണ്ടോ ദിലീപിനെയാണ് പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ അയാൾ മറുപടി പറയണ്ടേ? നിങ്ങൾ തന്നെ ഇതേ ചാനലിരുന്ന് എന്നോട് ചോദിക്കും, ഇത്രയും പ്രശ്നങ്ങളുണ്ടായി ദിലീപാണെന്ന് എല്ലാവരും പറയുന്നല്ലോ, പക്ഷേ ദിലീപ് പ്രതികരിക്കുന്നില്ലല്ലോ എന്ന് തിരിച്ചു ചോദിക്കും. ഇത് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ചെല്ലുമ്പോൾ വലത്തേക്കാൽ വെച്ച് കയറിയാൽ ഇവിടെ പുറത്തേക്ക് വന്നോന്ന് കേട്ട് അടിക്കും, ഇടത്തേക്കാൽ വെച്ച് കയറിയാൽ ചോദിക്കും ഇവിടെ തുലയ്ക്കാൻ വന്നോന്ന്, 2 കാലും വെച്ച് കയറിയാൽ ചോദിക്കും സർക്കസ് കാണിക്കുന്നതാണെന്ന് ചോദിച്ചടിക്കും. അതുപോലെയാണ്. കാരണം ദിലീപ് പ്രതികരിച്ചാൽ പറയും ദിലീപ് പ്രതികരിച്ചുകൊണ്ട് അയാൾ കുറ്റവാളിയായിരിക്കും, അയാൾ പ്രതികരിച്ചില്ല എങ്കിൽ പറയും അയാൾ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു, കള്ളത്തരം കാണിച്ചിട്ടല്ലേ അയാൾ എന്താ ഈ സത്യം പറഞ്ഞാൽ ഇത്തരം ചർച്ചകൾ തന്നെ ദോഷമാണ്. ഇവിടെ ആകെ ചെയ്യേണ്ട, നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത് ഇവിടുത്തെ പോലീസിൻ്റെ DGP ആണ്. അയാൾ ഈ കത്തും വാങ്ങി വെച്ചിട്ട് അയാൾ വഴിക്ക് പോയി, വിജിലൻസിലേക്ക് പോയി. അത് കഴിഞ്ഞ് അടുത്ത ഒരു വീരശൂര പരാക്രമിയായ ഒരാൾ വീണ്ടും വന്നു, അയാളും ഈ ഫയൽ ഓപ്പൺ ചെയ്യുന്നില്ല, വീണ്ടും അടുത്ത ആഴ്ച ബെഹ്റ വരുന്നു. അയാൾ അന്വേഷിക്കണം, അയാളുടെ കയ്യിൽ നേരിട്ട് കൊടുത്തത്. യെസ്, അതിന്റെ സാങ്കേതികത്വം ഒക്കെ തന്നെ അവർ വിശദീകരിക്കുന്നുണ്ടല്ലോ. ശ്രീ ശാന്തിവിള, ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, താങ്കൾ നേരത്തെ നിർത്തിയെടുത്തത് ഇനി ഈ കേസിന്റെ എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിലുള്ളത്? കാരണം A-Z താങ്കൾ മനസ്സിലാക്കിയത് വഴികളൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് തുടരന്വേഷണത്തിന്റെ സാധ്യതകൾ പോലീസ് ഇട്ടിരുന്നു. ഇനി എന്തായിരിക്കും കേസിന്റെ ഒരു ഗതി? എങ്ങനെയാണ് താങ്കൾക്ക് ഒരു മുൻകൂട്ടി ഒന്ന് ആലോചിക്കുമ്പോൾ ഇതുവരെയുള്ള സംഭവവികാസങ്ങൾ, പുതിയ ആരോപണങ്ങൾ വരുന്നു, അത് എവിഡൻസുകളായിട്ട് പ്രതിയുടെ ഭാഗത്ത് നിന്നുമൊക്കെ ഇത്തരം മൊഴികൾ മുന്നോട്ട് വരുന്നു, എങ്ങനെ നോക്കുന്നു താങ്കൾ? അതായത് അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത്തിന് പറഞ്ഞതിന് എനിക്കൊരു എക്സ്പ്ലനേഷൻ തരാനുണ്ട്. അതായത് സുപ്രീം കോടതിയുടെ വിധിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, അതിനകത്ത് കൺസിഡർ വേണമെന്നുള്ളതായ കാര്യം. സുപ്രീം കോടതി ആർക്കൊക്കെ കൊടുക്കാമെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല, ശരിയാണ്. പക്ഷേ കേരള പോലീസിന് കൊടുത്തിരിക്കുന്ന ഔദ്യോഗിക ഈ കൈപ്പുസ്തകം, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോ ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് ഷുഡ് ബി അഡ്മിനിസ്ട്രേഡ് എക്സെപ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ കൺസേൺ ഓഫ് ദ അക്യൂസ്ഡ് എന്ന് പറഞ്ഞ് അത് മാറ്റാതിരിക്കുന്നതാണ് കാലം അക്യൂസിനെ കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് സാക്ഷികൾ കൊടുക്കാൻ പാടില്ല. ഞാൻ ഈ പുസ്തകം കൊണ്ടുവന്നതിൻ്റെ കാര്യം, എൻ്റെ കയ്യിൽ മറ്റ് രാജ്യങ്ങളിലുള്ള നിയമങ്ങളുണ്ട്, അമേരിക്കൻ നിയമമുണ്ട്, ഒക്കെ ഉണ്ട്. അതിനകത്ത് എല്ലാം പറയുന്നത് ഓൺലി അക്യൂസ്ഡ് ഷാൽ ബി അഡ്മിനിസ്ട്രേഡ് ദിസ് ടെസ്റ്റ്. ഏതാ? ലൈ ഡിറ്റക്ടർ, നാർക്കോ അനാലിസിസ്, അതുപോലെ ഹിപ്നോസിസ് ആൻഡ് ഈ ബ്രെയിൻ മാപ്പിംഗ് തുടങ്ങിയത് അത്. പക്ഷേ അത് അമേരിക്കൻ നിയമം ഇവിടെ കൊണ്ടുവന്ന് വായിച്ചാൽ അത് ഇന്ത്യൻ നിയമം അല്ലാന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ കേരള പോലീസിന്
കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ കൊടുത്തിട്ടുള്ള ഈ ആധികാരിക പുസ്തകം തന്നെ ഞാൻ കൊണ്ടുവന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അതിനകത്ത് പറയുന്നു, നോ ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് ഷുഡ് ബി അഡ്മിനിസ്ട്രേഡ് എക്സെപ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് കൺസേൺ ഓഫ് അക്യൂസ്ഡ്. ശാസ്ത്രപരം അജിത്ത് അതായത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ശരിയാവണമെങ്കിൽ അതെ ഇതൊരു മാറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ തയ്യാറാണ് എന്ന് ദിലീപ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വികാരത്തെ മാനിച്ച് അദ്ദേഹത്തെ അക്യൂസ്ഡ് ആക്കാൻ തയ്യാറാണോ? സംഗതികൾക്കാകെ മാറ്റം വരും. അപ്പോൾ പിന്നെ ഇൻട്രോഗേഷനൊക്കെ ആകും, സംഗതികൾക്കാകും. അതാണ് പോലീസ് ചെയ്യാവുന്നത്. കാരണം അദ്ദേഹം തന്നെ തയ്യാറായിട്ട് വന്നിരിക്കുക, വോളണ്ടിയർ ചെയ്തിരിക്കുക. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഈ ഇൻട്രോഗേഷൻ കൺഫ്രണ്ടിങ് എൻക്വയറി കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. കാരണം അവർ തമ്മിലൊന്നും പറഞ്ഞ് രോഗ്യപ്പെടുത്തേ. മൂന്നാമതുള്ളത്, ഈ ഫോണ് ഇയാൾ തന്നെയാണോ ചെയ്തത് എന്നുള്ളത് തെളിയിക്കേണ്ടതായ ആവശ്യമുണ്ട്. കാരണം ഈ എഴുത്ത് ഇയാൾ എഴുതിയെന്ന് പറഞ്ഞ് ഇപ്പോൾ എഴുത്ത് ഇയാളല്ല. ഈ ഫോണിനെ പറ്റി തന്നെ ഒത്തിരി മാധ്യമങ്ങളിൽ പല പല വെർഷൻസ് ഉണ്ടായിരുന്നു. ആദ്യം ലാൻഡ് ഫോണിൽ നിന്നാണ് വിളിച്ചത്, അതല്ല മൊബൈലിൽ നിന്നാണ് വിളിച്ചത്. ഇപ്പോഴാണ് ഒരു ഷൂസിൽ കൊണ്ടുവന്ന മൊബൈല്, സിം കാർഡ് എന്നൊക്കെ. ഇതിൻ്റെ എല്ലാം നമ്മൾ തെളിയിക്കാനായിട്ട് അത്ര എളുപ്പമല്ല. ഇതിന് കണ്ടമാനം സയൻറ്റിഫിക് ആയിട്ടുള്ള അതായത് കേരള പോലീസിൻ്റെ എല്ലാ അന്വേഷണങ്ങളും പ്രമാദമായ കേസുകൾ അന്വേഷിച്ച് തെളിയിച്ചിട്ടുള്ള നല്ല മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരുള്ള കേരള പോലീസിൻ്റെ കൈകളിൽ നിൽക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? നിൽക്കാം. പക്ഷേ അതിനകത്തൊരു കാര്യമുള്ളത്, അവരെ സ്വതന്ത്രമായിട്ട് അന്വേഷിക്കാൻ വിട്ടാൽ തീർച്ചയായിട്ടും നിൽക്കും. മാത്രമല്ല, ഇതിന് ഒരു പ്രോപ്പർലി ട്രെയിൻഡ് ഇൻട്രോഗേറ്ററാണ് ആവശ്യം. അതായത് ഒരാൾക്കൊരു ഔദ്യോഗികമായ സ്ഥാനം ഉണ്ടായി എന്നിട്ട് അദ്ദേഹത്തിന് ഈ ഒരു ഇൻട്രോഗേറ്റർ ആകാനായിട്ടുള്ള യോഗ്യതയോ അല്ലെങ്കിൽ വിവരമോ അറിവുണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് ഈ ഇൻട്രോഗേറ്റ് ചെയ്യിച്ച് ഈ കൺഫ്രണ്ടിങ് എൻക്വയറിയൊക്കെ നടത്തുന്ന അവസരത്തിൽ അവരെ മാനേജ് ചെയ്യാനായിട്ടൊരു കഴിവുള്ള നല്ല വെൽ ട്രെയിൻഡ് ഇൻട്രോഗേഷൻ സൈക്കോളജിയിൽ ഫോറൻസിക് സൈക്കോളജി അറിയാവുന്ന ഒരു നല്ല ഇൻട്രോഗേറ്റർ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ ബാബു, അതായത് അസ്വാതന്ത്ര്യത്തിൻ്റെ അല്ലെ സ്വാതന്ത്ര്യം പോലീസ് നൽകണമെന്ന് ശ്രീ ജെയിംസ് വടക്കഞ്ചേരി പറയുമ്പോൾ ഒരു പോലീസിൻ്റെ ഇപ്പോഴത്തെ ഇതിൽ കാര്യങ്ങളിൽ താങ്കളുടെ സർക്കാർ ഇടപെടുന്നുണ്ടോ ഒക്കെയുള്ള സംശയങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ മറുവശത്ത് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഇടപെടേണ്ട കാര്യമുണ്ടോ ഈ കേസിൽ? അല്ല, അങ്ങേയറ്റം ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യങ്ങളിലേക്ക് പോലീസ് സഞ്ചരിച്ച് കാണുന്നില്ല ഈ കേസിൽ. എന്തെങ്കിലും നിലവാരത്തിൽ സ്ഥാപിത താല്പര്യം പോലീസിനെ നയിക്കുന്നു എന്ന് തെളിയിക്കാൻ നമുക്കൊന്നുമില്ല. എങ്കിൽ പോലും എന്തുകൊണ്ട് ആ ഫോൺ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് സമയത്ത് ഇടപെട്ട് അത് റിക്കവർ ചെയ്യാൻ പറ്റിയില്ല? ഇത്തരം ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത്, ഈ ദിലീപിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ആലോചിച്ച് തീരുമാനിക്കേണ്ടത് ചാനലല്ല, ഈ ചർച്ചയുമല്ല. പക്ഷേ ഇപ്പോൾ വളരെ സ്പഷ്ടമായി ദിലീപ് എക്കാലത്തും ഈ കേസിൻ്റെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിന്നയാളാണ്. അത് ആരോപിതനായിരിക്കുന്ന ആളെന്ന നിലക്ക് കഷ്ടമാണ് ആ മനുഷ്യൻ്റെ അവസ്ഥ. ശരിയാണ്, ഒരു ഡിഫൻസും അദ്ദേഹത്തിനില്ല. സാക്ഷിക്ക് ഡിഫൻസ് ഇല്ല എന്ന് പറഞ്ഞ മതി, ഡിഫൻസ് ഇല്ല, ശരിയാണ്. പക്ഷേ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കേണ്ടി വരുന്നത് ആക്രമിക്കപ്പെട്ട നടിയുണ്ടല്ലോ, അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ദിലീപ് എന്ന് പറഞ്ഞ നടൻ അവരുടെ അവസരങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് എന്നവർ പറയുന്നു. ദിലീപ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അവർ വിചാരിക്കുന്നില്ല. പക്ഷെ മറ്റൊരു കാര്യം, ഇപ്പൊ സ്പഷ്ടമായും ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുകയും ആക്രമിക്കുകയും ചെയ്ത എന്ന് നമ്മൾ ആരോപിക്കുന്ന അല്ലെങ്കിൽ പോലീസ് കണ്ടെത്തിയിട്ടുള്ള സുനി എന്ന് പറയുന്ന ആൾ പറയുന്നത് ആക്രമണത്തിന് മുമ്പ് ദിലീപിന് ഇത് അറിയാമായിരുന്നു എന്നുകൂടി പറയുമ്പം എങ്ങനെയാണ് ദിലീപിനെ വിട്ട് ഈ കേസ് അന്വേഷിക്കാൻ കഴിയുക? ആക്രമിച്ചയാൾ അയാൾ ജയിലിൽ കിടക്കുകയല്ലേ, അയാൾ പറയുന്നു അതിനു മുമ്പ് ദിലീപിനെ അറിയാമായിരുന്നു എന്ന് പറയുമ്പം ഒരു തെളിവുമില്ലാതെ അങ്ങനെ പറയുന്ന ഒരു മണ്ടത്തരം പൾസർ സുനി കാണിക്കുമോ? ഞാൻ ചോദിക്കട്ടെ, പൾസർ സുനി 2 ദിവസം കഴിഞ്ഞ് ഈ സ്റ്റേറ്റ്മെൻറ്റും മാറ്റുന്നു എന്ന് കരുതുക. നമുക്ക് സരിതാ എസ് നായരുടെ കഥയൊക്കെ നമുക്കറിയാമല്ലോ. കാശ് കിട്ടും എന്ന് തോന്നുമ്പോൾ പറയും, വാങ്ങാൻ പറയും, കിട്ടിക്കഴിയുമ്പോൾ മാറ്റി പറയും. ഇതൊക്കെ നമ്മൾ കുറേ കണ്ടതാണ്. വെൻ ക്രിമിനൽസ് ആർ ഇൻവോൾവ് ഇൻ ദീസ് സോർട്സ് ഓഫ് ആക്ടിവിറ്റീസ് ദേ ആർ പ്ലേയിങ് എ ലോട്ട് ഓഫ് ഗെയിംസ്. അതുകൊണ്ട് ഇപ്പം പൾസർ സുനി മാറ്റി പറഞ്ഞെന്ന് വിചാരിക്കുക, ഞാൻ അങ്ങനെ പറഞ്ഞ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് ഞാൻ ഡീൽ എവിടെയോ ഉറപ്പിക്കപ്പെട്ടു എന്നല്ലേ അർത്ഥം. എന്ന് പറഞ്ഞാൽ വീണ്ടും ദിലീപ് തന്നെ സംശയിക്കപ്പെടും. ഞാൻ പറയുന്ന കേസിലെ പ്രതിയാവുന്നില്ല, അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നില്ല, ഇതൊക്കെ മാറ്റി നിർത്തട്ടെ. ആളുകളുടെ മുന്നിൽ സംശയത്തിന് നിഴൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ദിലീപ് പറയുന്നത് എൻ്റെ പ്രതിച്ഛായയെ അത് ബാധിച്ചിട്ടുണ്ട്. പ്രതിച്ഛായയെ എന്നെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ. അങ്ങനെ വരുമ്പം ശരിക്കും പോലീസിൻ്റെ കൃത്യനിർവഹണത്തിലൂടെ അത് വരേണ്ടത്. പക്ഷേ പൾസർ സുനിയെ പോലെയുള്ള ആളുകൾ
പണം എപ്പോഴെങ്കിലും കിട്ടിയാൽ അപ്പം പരിഹരിക്കപ്പെടും. ഇതാണല്ലോ അവസ്ഥ. ആ അവസ്ഥ നിൽക്കുമ്പോൾ സത്യം തെളിയുന്നു എന്ന നിലയ്ക്കൊന്നും ചിന്തിക്കാനാവില്ല. പക്ഷേ പൾസർ സുനി ഇത് മാറ്റുകയാണെങ്കിൽ, ഏതാ ഇദ്ദേഹത്തിന് പിന്നെ ദിലീപിന് നേരത്തെ അറിയാമായിരുന്നു എന്ന പ്രസ്താവം മാറ്റുന്നെങ്കിൽ ജനങ്ങൾക്ക് പിന്നണിയിൽ എന്തോ ഒത്തുകളി നടന്നിരിക്കുന്നു വീണ്ടും മാത്രമേ കരുതാനാവൂ. തീർച്ചയായും ശ്രീ അജ്മൽ, നിങ്ങൾ ശ്രീ ബൈജു കൊട്ടാരക്കൽ ഉച്ചയ്ക്ക് പറഞ്ഞ എന്തായാലും ഇനി ഈ പോലീസിന്റെ കൈകളിൽ കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്ന തോന്നലുണ്ടെങ്കിൽ CBI അന്വേഷണത്തിന് ഉള്ള ആവശ്യവുമായിട്ടൊക്കെ പോകാനുള്ള നീക്കങ്ങൾ, അതെന്തായാലും ഈ ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയുടെ ഒക്കെ തന്നെ അവരുമായിട്ട് സംസാരിച്ചൊക്കെയുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇനിയുള്ള നീക്കങ്ങൾ എന്താണ് നിങ്ങളുടെ? ദിലീപിന്റെ പേര് വലിച്ചെറുക്കത് മാക്ട ഫെഡറേഷൻ അല്ല. 2 വർഷമായി മലയാള സിനിമ എന്ന് തുടക്കം മാറ്റപ്പെട്ടത് മലയാള സിനിമയെ അടുപ്പിക്കാതെ മാറ്റും ദിലീപാണെന്ന് ഭാവന ഈ പറയുന്ന നടിയാണ് പറഞ്ഞിരിക്കുന്നത്. പീഡിപ്പിക്കപ്പെട്ട നടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ആരുമല്ല, മാക്ട ഫെഡറേഷൻ അല്ല. മാക്ട ഫെഡറേഷൻ ഒരിക്കലും ദിലീപാണെന്നും പറഞ്ഞിട്ടില്ല. ഇതിൽ സത്യാവസ്ഥ തുറക്കപ്പെടണം, അത്രേ പറഞ്ഞുള്ളൂ. പിന്നെ 2, എൻ്റെ സുഹൃത്തുണ്ട് ഇപ്പൊ മാക്ടഗിന് ഫെഫ്ക എന്ന സംഘടനയിൽ 1 ലക്ഷം 1.5 ലക്ഷം കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഇവിടെ കൊട്ടേഷൻ ടീം ക്രിമിനൽസ് പടന്നുകൊണ്ടിരിക്കുകയാണ്. അവരാണ് ഈ സിനിമയിലെ ഡ്രൈവറായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു നടിയിൽ പെടുന്നില്ല. പത്മപ്രിയ നടിയെ കോഴിക്കോട് വെച്ച് ഇതേപോലെ അവസരം പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഒതുക്കി തീർത്താണ്. ഇങ്ങനെ പല കേസുകളും വരുമ്പോൾ ഒതുക്കി തീർക്കാൻ വേണ്ടി നിന്ന ആൾക്കാരാണ് ഈ സപ്പോർട്ടായി പോകുന്നത്. ഇനിയെങ്കിലും മാക്ട ഫെഡറേഷൻ പറയുന്നത് സത്യാവസ്ഥ തുറക്കപ്പെട്ടില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ പീഡനം ഇനിയും വരാം നടിമാർക്ക് സംഭവിക്കും. ശ്രീ ശാന്തിവിള ദിനേശൻ, അതായത് ഈ സംഭവം സിനിമാ മേഖലയെ അപ്പാടെയും ഉലച്ചിട്ടുണ്ടെങ്കിൽ ഇനി താരസംഘടനകളുടെ യോഗം ചേരാൻ പോകുന്നു, ഒരു വനിതാ സംഘടനകളൊക്കെ നീക്കവുമായി മുന്നോട്ട് പോകുന്നു. ഒരു ഗൂഢാലോചന ഈ കേസിലുണ്ടെങ്കിൽ ദിലീപിനെതിരെ ഒരു ഗൂഢാലോചന വേറെ തലത്തിൽ താങ്കൾ സംശയിക്കുന്നു. എന്തായാലും ദിലീപുമായിട്ട് നിരന്തരം ഇക്കാര്യങ്ങൾ സംസാരിക്കുന്ന വ്യക്തിയാണ്. അത്തരത്തിലൊരു തന്നെ തേജോവധം ചെയ്യുന്നു, മാധ്യമ വിചാരണ നടത്തുന്നു ബോധപൂർവം. സിനിമാ മേഖലയിൽ നിന്നടക്കം ചിലർ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നു തുടങ്ങിയ സംശയത്തിനിടയാക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ അദ്ദേഹം പറയുമ്പോൾ അത്തരത്തിലൊരു ഗൂഢാലോചന ഏതെങ്കിലും തലത്തിൽ താങ്കൾ കാണുന്നു? ഒന്ന്, ഞാൻ ദൈനംദിനം ദിലീപായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല. കാരണം ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന കാലത്ത് ഇയാൾ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അന്ന് മുതലുള്ള പരിചയം ഉണ്ടെന്നുള്ള അല്ലാതെ ഞാൻ ദിലീപായിട്ട് സംസാരിക്കുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചു ഇന്നലെയും ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു. കാരണം ഇവിടെ വരുമ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തത വേണമല്ലോ എന്ന് വിചാരിച്ചാൽ അയാൾ വിളിച്ച് സംസാരിച്ചിരുന്നു. ഇത് ഈ ഗൂഢാലോചന എന്ന് പറയുന്ന എനിക്ക് സത്യത്തിൽ എനിക്കൊന്നും അതിൻ്റെ ഒരു വ്യക്തതയോടുകൂടി പറയാൻ കഴിയുന്നില്ല. കാരണം ഭാവന എൻ്റെ സിനിമയിലെ നായികയായിരുന്നു ഭാവന. അവളുടെ അച്ഛനെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഞാൻ എൻ്റെ ഒരു അനിയത്തിയെ പോലെ കരുതുന്ന കുട്ടിയാണ് ഭാവന. പക്ഷേ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്ത് പോകുന്നതിനേക്കാൾ എനിക്ക് മനസ്സിലാവാത്തൊരു ചോദ്യം അവിടെയാണ്. അതായത് ദിലീപാണ്, അല്ലെങ്കിൽ ദിലീപിനെ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല? ഈ മന്ത്രിസഭയുടെ തന്നെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ കേസ് പോലും പോകുന്നത്. കാരണം ഒരു പരസ്യമായ കോൺഗ്രസ്സുകാരനായ ദിലീപിനെ ഈ മന്ത്രിസഭയ്ക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ പോലീസ് അന്വേഷണം എന്തുകൊണ്ട് നീണ്ടു പോകുന്നു എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. എത്രയും പെട്ടെന്ന് ഈ കേസ് ആരാണ് എന്ന് കണ്ടുപിടിക്കേണ്ടതും ആവശ്യം തന്നെയാണ്. പക്ഷേ അതിൽ എന്താ പറയുക, ഈ ടെക്നീഷ്യന്മാരുടെ സംഘടനയോ അമ്മ എന്ന് പറഞ്ഞ താരങ്ങളുടെ സംഘടനയോ ഒക്കെ ഒരു പക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തോടും ഞാൻ യോജിക്കില്ല. ഒരിക്കലും അങ്ങനെ നിൽക്കാൻ കഴിയില്ല. കാരണം അതെങ്ങനെ നിൽക്കാൻ കഴിയുമെന്നേ, ഒരിക്കലും നിൽക്കാൻ കഴിയില്ല. പിന്നെ ഇപ്പോൾ വനിതാ സംഘടന വന്നു എന്ന് താങ്കൾ പറഞ്ഞല്ലോ. മഞ്ജു വാര്യരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ബീന പോളിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘടന വന്നു. അവർക്ക് മുഖ്യമന്ത്രിയെ കണ്ട് ഞങ്ങളൊരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾ പറയാനുണ്ട്, താങ്കൾ അതൊന്ന് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 2 അംഗ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. 3 അംഗ കമ്മീഷൻ. അതിനപ്പുറം ആ സംഘടനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് പോലീസിനല്ലാതെ ഇത് സമ്മർദ്ദം ചെലുത്തുന്നു. ഞാൻ ചോദിക്കുന്നത്, സമ്മർദ്ദം ചെലുത്തുന്ന ആർക്ക് വേണ്ടി? കോൺഗ്രസ്സുകാരനായ ദിലീപിന് വേണ്ടിയാണോ ഈ മന്ത്രിസഭയിൽ സമ്മർദ്ദം? അല്ല, ഞാൻ പറഞ്ഞ സിനിമയ്ക്കുള്ളിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ചില മാധ്യമങ്ങളൊക്കെ പടച്ചുവിടുന്ന മഞ്ജു വാര്യർ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ നമുക്കിനി ഡയറക്റ്റ് പറഞ്ഞു പോകാമല്ലോ. മഞ്ജു വാര്യരെ മുൻനിർത്തിയുള്ള ചർച്ചകൾ, ചോദ്യങ്ങൾ വരുന്നു. അതൊക്കെ നിലപാടെന്താണ്? ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന മഞ്ജു വാര്യർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. എങ്കിൽ മഞ്ജു പറയണ്ടേ, മുൻ ഭർത്താവ് എന്നുള്ളതൊക്കെ കളഞ്ഞിട്ട് ഞങ്ങളുടെ സംഘടനയിൽ അംഗമായ ഭാവനയുടെ ഈ കേസിൽ ഇന്ന ആളുകളെ ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് അവർക്ക് പറയാമല്ലോ. അവർ നിരന്തരമായി ഭാവനയായിട്ട് സംസാരിക്കുന്ന സ്ത്രീ ആയിരിക്കുമല്ലോ. അവർ പറഞ്ഞിട്ടില്ല. ഇത് ആരും പറയുന്നില്ല. ഇത് ഉണ്ടയില്ലാ വെടികൾ പലയിടത്തുനിന്നും വയ്ക്കുന്നു എന്നുള്ളതല്ലാതെ ഇത് കൃത്യമായി പോലീസിനല്ലാതെ ഇതിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. പോലീസ് അന്വേഷിക്കുക. പിന്നെ ഇവിടെ സരിതാ നായരുടെ ഫോണിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരെ എത്രായിരം പ്രാവശ്യം ഏതെല്ലാം പാതിരാത്രി വിളിച്ചു മന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എടുത്തു. എന്തെങ്കിലും സംഭവിച്ചോ? ഇപ്പോൾ ഈ പറഞ്ഞ പൾസർ സുനിയുടെ പ്രിൻ്റ് ഔട്ട് മുഴുവൻ എടുത്ത് പഠിച്ചാലും ഒന്നും സംഭവിക്കില്ല. അയാൾ ദിലീപിനെ 1000 പ്രാവശ്യം വിളിച്ചു എന്ന് പ്രിൻ്റ് ഔട്ടിലുണ്ടെന്ന് വിചാരിച്ചുള്ളൂ. അത് ഭാവനയെ തട്ടിക്കൊണ്ടു പോകാനാണെന്ന് എന്താ തെളിവ്?
തീർച്ചയായും അവസാനമായി ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, ശ്രീ ശാസ്ത്രമംഗലത്തെ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, ഈ കേസ് കാരണം ഈ കേസിൽ പല വാർത്തകൾ മെനഞ്ഞ് അല്ലെങ്കിൽ വരുന്നുണ്ട്, അതിൻ്റെ സ്ഥിരീകരണം ഉണ്ടോ എന്നറിയത്തില്ല. കാരണം ദിലീപിനെ ഇതാ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു, ആ ചോദ്യം ചെയ്യുമ്പോൾ ഒരു പക്ഷേ അറസ്റ്റ് ചെയ്തേക്കാം, ഇങ്ങനെയൊക്കെ വാർത്തകൾ ഇങ്ങനെ മാധ്യമങ്ങൾ ഓൺലൈൻ വഴി ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഇവിടെ ഈ പുറത്തേക്ക് വരുന്ന തെളിവുകൾ, ആധികാരികമായ തെളിവുകൾ, ഇത് സംശയത്തിൻ്റെ അല്ലെങ്കിൽ ആനുകൂല്യം ദിലീപിലേക്ക് എത്തുന്ന തരത്തിലാണോ, അതോ താങ്കൾ എങ്ങനെയാണ് മറിച്ചാണെങ്കിൽ കാണുന്നത്? എനിക്ക് തോന്നുന്നത് ദിലീപിനെ അതെയോ അല്ല ശ്രീ ശാസ്ത്രത്തിലേക്ക് വരും മുമ്പ് എനിക്ക് തോന്നുന്നത് ദിലീപിന് തന്നെ കുഴി തോണ്ടരുത് എന്നുള്ള അഭിപ്രായമാണ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങും അനാവശ്യമായ ഞാൻ അറിയില്ല എന്നുള്ളതായ സംസാരങ്ങളൊക്കെ, അതായത് താങ്കളെ പോലെയുള്ള കേസുകൾ, പല കേസുകളും സസൂക്ഷ്മം നിരീക്ഷിച്ച വ്യക്തി പറയുന്നത് ദിലീപ് സ്വയം കുഴി തോണ്ടുകയാണ് ആണോ എന്ന് സംശയം വരുമ്പോൾ ഇതുവരെ ആണ് എന്ന് താങ്കൾക്ക് തോന്നേണ്ടി വരുന്നു. ഞങ്ങളുടെ ക്രിമിനോളജിയിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ഹി ഹു പ്രൂവ്സ് മച്ച് പ്രൂവ്സ് ലെസ്. ഒരാൾ ഒരു കാര്യം ഒത്തിരി തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ അധികം തെളിയിക്കുന്നില്ല, കുറച്ചേ തെളിയിക്കുന്നു. സൈക്കോളജി കൂടെ ചേർത്താണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഞാൻ നിരപരാധിയാണ്, എന്നെ കണ്ടാല് എന്ത് തോന്നുന്നു, ഞാൻ നിരപരാധിയാണ് എന്ന് കണ്ടമാനം അങ്ങോട്ട് തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ അയാള് ഉദ്ദേശിക്കുന്ന അത്ര തെളിയിക്കുന്നില്ല എന്നുള്ള ഒരു തത്വമുണ്ട്. ശ്രീ ശാസ്ത്രമംഗലം അജിത്ത്, ആ കാര്യത്തിൽ ആ നിരീക്ഷണത്തിൽ താങ്കൾ എന്ത് പറയുന്നു? ശാസ്ത്രമംഗലം അജിത്ത്, ശ്രീ ജെയിംസ് വടക്കഞ്ചേരിയുടെ നിരീക്ഷണം. ആ നിരീക്ഷണത്തിൽ അയാള് ഈ ദിലീപ് എന്ന് പറയുന്ന ആള് അയാളൊരു ഉന്നതമായ ഒരു നടനാണ്. കേരളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ പദവി വരെ എത്തി നിൽക്കുന്ന ഒരു നടനാണ്. പറഞ്ഞോളൂ. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു ആരോപണത്തിൽ അയാൾ ആകപ്പാടെ ഇത്തരത്തിലുള്ള ആരോപണത്തിൽ അയാൾ ആകപ്പാടെ മൂടി തെറ്റി നിൽക്കുകയാണ്. അയാൾ എന്തും ചെയ്യും. അയാൾ ചിലപ്പോൾ ഞാനല്ലാന്ന് പറയും, DGPക്ക് കത്ത് കൊടുക്കും, അയാൾ പത്രസമ്മേളനം നടത്തും, അയാൾ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയൻ തയ്യാറാണെന്ന് പറയും, ബ്രെയിൻ മാപ്പിങ്ങിന് തയ്യാറാണെന്ന് പറയും. അതൊന്നും ഒരു ഇൻവെസ്റ്റിഗേഷൻ സംബന്ധിച്ചിടത്തോളം അയാൾക്കെതിരെ സംശയത്തിൻ്റെ ചൂണ്ടുവരലിൽ തോന്നേണ്ട കാര്യങ്ങളൊന്നുമല്ല. അതൊന്നും അയാൾക്കെതിരെയുള്ളൊരു മെറ്റീരിയൽസും അല്ല. അയാൾ ആകപ്പാടെ അങ്കലാപ്പി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എല്ലാ സ്ഥലത്തുനിന്നും അയാൾക്കെതിരെ ഇത്തരത്തിലുള്ള ഭയങ്കരമായ ആക്രമണം വരുമ്പം അങ്ങനൊരു സ്ഥാനത്ത് ഞാനായാലും ഈ പറയുന്ന ജെയിംസ് വടക്കഞ്ചേരി ആണെങ്കിലും ഭയന്നു പോകും. കാരണം ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നമുക്കെതിരെ വരുന്നത് ആരായാലും നമ്മൾ പേടിച്ചു പോകും. അതിൻ്റെ അർത്ഥം നമ്മൾ കുറ്റക്കാരനാണെന്നല്ല, അത് സാധാരണ ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെ ഒരു പ്രതിഫലനമാണ്. ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ഇന്നയാണെന്ന് സംശയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെല്ലാവരും ആ സ്ഥലത്ത് നിന്ന് മുങ്ങും. അതിൻ്റെ അർത്ഥം അവരെല്ലാവരും കൂടെ കൊലപാതകം ചെയ്തതാണെന്നോ? അതൊന്നും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് പ്രോസസ്സേ അല്ല. അതിപ്പോൾ ആ സ്ഥാനത്ത് നിൽക്കുന്നുള്ളൂ. അതൊന്നുമല്ല നമ്മൾ നയിക്കേണ്ടത്. ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഇതുവരെ പുറത്തു വന്നിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ അടിസ്ഥാനത്തിൽ ദിലീപ് എന്ന നടനിലേക്ക് സംശയത്തിൻ്റെ എത്തിച്ചേരാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല. മറിച്ച് അങ്ങനെ ഒരു സംഗതികൾ ഇല്ല എന്നാണ് ഈ കത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. രണ്ട് കാര്യങ്ങൾ പറയാം. ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് ഇതിനകത്ത് ഈ കൊട്ടേഷൻ കൊടുത്തിരുന്ന തുക 1.25 കോടി രൂപയാണെന്നാണ്. 1.25 കോടി രൂപ കൊടുത്ത് ഇത്തരത്തിലൊരു കൊട്ടേഷൻ നടത്താൻ വേണ്ടി ഇങ്ങനെ ഒരു നടനായ ദിലീപ് തയ്യാറായെങ്കിൽ അയാളെ സിനിമാ രംഗത്തല്ല അയാൾ നിർത്തേണ്ടത്, അയാൾ ഉടനെ കൊണ്ട് ഊളം പറയണം. യെസ്, വളരെ നന്ദി ശ്രീ അജിത്ത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അവസാനമായി അജിത്ത് നിർത്തിയിടത്തു നിന്നും താങ്കൾ കൂട്ടിച്ചേർക്കാനുള്ളത്? അല്ല, അതിനകത്ത് ഒരു ദിലീപിനെ സംബന്ധിച്ച് അങ്ങനെ നിർത്തിക്കൊണ്ട് ചർച്ചയുടെ ആവശ്യമില്ല. കാര്യം നമ്മളിവിടെ ഒന്നും തെളിയിക്കാനും പോകുന്നില്ല. പക്ഷേ സിനിമാ ലോകം എന്ന് പറഞ്ഞ മഹാനായ നടനൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ, സിനിമാ ലോകം അങ്ങേയറ്റം ആരോപണ പ്രത്യാരോപണങ്ങളുടെയും പണത്തിൻ്റെ കുമിഞ്ഞ സഞ്ചാരത്തിൻ്റെയൊക്കെ ഒരു അധമ ലോകമായി മാറിയിട്ടുണ്ട്. അമ്മ എന്ന സംഘടനയിൽ ആർക്കൊക്കെ അവകാശമുണ്ട്, അധികാരമുണ്ട്, ഒരക്ഷരം മിണ്ടാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ തന്നെ സിനിമയെ പ്രതികരിക്കുന്ന രണ്ടാൾക്കാർ സംസാരിച്ചപ്പോൾ തന്നെ വഴക്കായില്ല അവരുടെ. ഇതാണ് സിനിമയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ആ അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രമുഖനായ നടൻ ഇയാളായിരിക്കും എന്നൊക്കെ തർക്കം വരുന്നത്. ഇവിടെ പൾസർ സുനി വളരെ വ്യക്തമായും പറഞ്ഞിരിക്കുന്നു, ദിലീപിന് ഇത് മുന്നേ അറിയാമായിരുന്നു. ആ ഒറ്റ കാര്യത്തിൽ പോലീസിന് അന്വേഷിച്ചേ കഴിയൂ. ചിലപ്പം ഒന്നും തെളിയിക്കാൻ കഴിയുന്നുണ്ടാവില്ല. പക്ഷേ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു തേർഡ് റേറ്റ് ഒരു ഗുണ്ടയ്ക്ക് എന്തായാലും ശ്രീ വാസുദേവ ബാബു, താങ്കൾ ഈ മാധ്യമങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന വ്യക്തിയായതുകൊണ്ട് ഇതിന്റെ കേസിന്റെ ഒരു ഡെഡ് ലൈൻ പെട്ടെന്ന് തന്നെ ഇതിലൊരു കൃത്യതയിലേക്ക്, ഒരു ക്ലൈമാക്സിലേക്ക് പോകുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറയുന്നത് സുനി ആ പ്രസ്താവം ഉടനെ പിൻവലിക്കും. ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്. ആ പിൻവലിക്കലിന് ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ കേസിൽ നിന്ന് ദിലീപ് രക്ഷപ്പെട്ടെന്ന് വരാം. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ കഴിയില്ല. സുനി മാറ്റുമല്ലോ നോക്കട്ടെ. ഞാൻ മാറ്റുമെന്ന് തന്നെ കരുതുന്നു. കാര്യം ക്രിമിനലുകളുടെ ഒരു രീതിയാണ്. അവരാഗ്രഹിക്കുന്നത് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തിനും തയ്യാറാവും. ഇതൊരു ഭീഷണിപ്പെടുത്തലല്ലേ. നേരത്തെ പറഞ്ഞ 300 രൂപ
ക്യാൻറ്റീൻ ചെലവിനാണ്. ആ 300 രൂപ അയച്ചു എടുക്കണമെന്ന് പറയുമ്പോൾ ട്രാപ്പാണത്. ആ അർത്ഥത്തിൽ ഇവരെയൊക്കെ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയുണ്ടെങ്കിൽ, ഗുണ്ടകൾക്ക് കൈകാര്യം ചെയ്യുന്നവരാണ് മികച്ച നടന്മാരെങ്കിൽ അവർ നല്ല നടന്മാരൊന്നും ആകണ്ട. ഒരു കാര്യം പറയട്ടെ, സൽമാൻ ഖാൻ എത്രയൊന്നും വലിപ്പമൊന്നും ദിലീപിനില്ലല്ലോ. സൽമാൻ ഖാനെ നമ്മൾ വിചാരണ ചെയ്തില്ലേ എന്ന് പറയുമ്പം തീർച്ചയായും ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ അനവധി വന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി പോകുമ്പോൾ എന്തായാലും ഒരു കൃത്യമായ നിഗമനങ്ങളിലേക്ക്, ഇപ്പോഴൊക്കെ കേൾക്കുന്നത് കേട്ടുകേഴ്വികൾ മാത്രമാണോ, ദിലീപിന് ഇക്കാര്യത്തിൽ ബന്ധമുണ്ടോ, ദിലീപിനെ അല്ലെങ്കിൽ ആരെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമായി ദിലീപിനെ ഇടപിടിക്കുന്നുണ്ടോ, മാധ്യമങ്ങൾ വാർത്ത പടച്ചുവിടുകയാണോ, പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഉണ്ടാകേണ്ടതുണ്ട്. വരും ദിവസങ്ങളിലും ചർച്ചകൾ ആ തലത്തിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുത്ത ഏവർക്കും നന്ദി.